Honest friends, നമ്മുടെ മൊഡ്യൂൾ 5ൻ്റെ നമുക്ക് 3 പാർട്ടായിട്ട് തിരിക്കാം. ഫസ്റ്റ് പാർട്ട് എന്താണ് സെഗ്മെൻറ്റേഷൻ, എന്താണ് മെർജിങ്, അങ്ങനെ ആ ഒരു പാർട്ടൊക്കെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സെഗ്മെൻറ്റേഷൻ ടെക്നിക്സിലെ ഫസ്റ്റ് ടെക്നിക്ക്, അതായത് ക്ലസ്റ്ററിങ് ടെക്നിക്ക് എന്താണ്. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ക്ലസ്റ്ററിങ് ടെക്നിക്ക്. പിന്നെ അതുപോലെ തന്നെ സെഗ്മെൻറ്റേഷൻ ബൈ യൂസിങ് ത്രെഷോൾഡിങ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സെഗ്മെൻറ്റേഷൻ ചെയ്യുക. ഈ രണ്ട് ടെക്നിക്സാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. നമുക്ക് ക്ലസ്റ്ററിങ് ടെക്നിക്ക് എന്താണെന്ന് പറയാം. ഓക്കെ, ദെൻ ക്ലസ്റ്ററിങ് ടെക്നിക്ക്, ഈ പേര് കേട്ട സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു ഫുൾ ഇമേജിന് എന്താക്കുക, ഒരു ഗ്രൂപ്പ് ആക്കി സെഗ്മെന്റ്സ് ആക്കി മാറ്റാം അല്ലേ. ഇനി വേറൊരു ടെക്നിക്കാണ് ക്ലസ്റ്ററിങ് ടെക്നിക്ക്. ഞാൻ സെഗ്മെന്റ് ആക്കാനുള്ള വേറെ ടൈപ്പ് ടെക്നിക്കാണ് ക്ലസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്. ഓക്കെ, ഒരു ഇമേജിനെ നമുക്ക് ക്ലസ്റ്റർ ആണ് എന്താ, ഒരു ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഡാറ്റ പോയിന്റ്സ്. നമ്മുടെ ഒരു ഇമേജ് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പിക്സലാണ്. ഈ പിക്സലിനെ നമ്മൾ ഡാറ്റ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലസ്റ്ററിങ് അല്ലെങ്കിൽ സെഗ്മെന്റേഷനിൽ നമ്മൾ പറയാം. ഡാറ്റ പോയിന്റ്സ് എന്നാ പറയാം. ഡാറ്റ പോയിന്റ്സ് പറഞ്ഞാൽ ഇതിലത്തെ ഒരു പിക്സൽ. അപ്പോൾ ഈ ഡാറ്റ പോയിന്റ്സിന്റെ ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടത്തിനാണ് നമ്മൾ എന്ത് പറയുക, ക്ലസ്റ്റർ. അങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള ടെക്നിക്കാണ് ക്ലസ്റ്ററിങ് ടെക്നിക്ക്. അപ്പോൾ ഫുൾ ഡാറ്റനെ ഗ്രൂപ്പ് ചെയ്താണ് ക്ലസ്റ്ററിങ് ടെക്നിക്ക്. ഓക്കെ അല്ലേ. റെഫേഴ്സ് ടു ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഒബ്ജക്ട് ഇൻടു ഗ്രൂപ്പ്സ് according to certain properties of these objects. Classification of objects into groups, അതായത് നമ്മളൊരു ഒബ്ജക്റ്റ്, ഒരു ഇമേജ് എന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പിക്സൽസ് ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തിൻ്റെ ബേസിൽ, ഓരോ പ്രോപ്പർട്ടീസിൻ്റെ സെർട്ടൻ പ്രോപ്പർട്ടീസിൻ്റെ ബേസിൽ ഈ ഒരു ഇമേജിനെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആക്കി മാറ്റുക. അതിനാണ് എന്ത് പറയുക, ക്ലസ്റ്ററിങ് ടെക്നിക്സ്. ഓക്കെ, പാറ്റേൺ വിത്തിൻ ദ ക്ലസ്റ്റർ ആർ മോർ സിമിലർ ടു ഈച്ച് അതർ ദാൻ പാറ്റേൺ ബിലോങ് ടു ദ ഡിഫറെൻറ്റ് ക്ലസ്റ്റർ. എന്ന് വെച്ചാൽ എന്താണ്, ഓരോ ക്ലസ്റ്റേഴ്സ് നമ്മൾ ഉണ്ടാക്കും. ഈ ക്ലസ്റ്ററിനകത്തുള്ള പാറ്റേൺസ് അല്ലെങ്കിൽ ക്ലസ്റ്ററിനകത്തുള്ള ഡാറ്റ പോയിന്റ്സിന്റെ പ്രോപ്പർട്ടി സിമിലർ ആയിരിക്കും. എന്നാൽ ബിറ്റ്വീൻ ടു ക്ലസ്റ്റേഴ്സ്, രണ്ട് ക്ലസ്റ്റേഴ്സ് തമ്മിൽ എന്തായിരിക്കും, അവർ തമ്മിലുള്ള ഡാറ്റ പോയിന്റ്സ് എന്തായിരിക്കും, ഡിഫറെന്റ് ആവും. അതായത് വിത്തിൻ ദ ക്ലസ്റ്റർ ഡാറ്റ പോയിന്റ്സ് സിമിലർ ആയിരിക്കും, ബിറ്റ്വീൻ ദ ക്ലസ്റ്റേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ക്ലസ്റ്ററിംഗ് ടു അസൈൻ ഈച്ച് പിക്ചർ ടു എ ക്ലാസ് ഓഫ് നിയറസ്റ്റ് ക്ലസ്റ്റർ മീൻ. പിന്നെ ക്ലസ്റ്ററിംഗ് പറഞ്ഞാൽ ആറ്റം ഈസ് മെയ്ഡ് ടു എക്സ്ട്രാക്ട് എ ഫീച്ചർ വെക്ടർ ഫ്രം എ ലോക്കൽ ഏരിയാസ് ഇൻ ഇമേജ്. ഒരു ഇമേജിൽ നിന്ന് കുറച്ച് ഫീച്ചർ വെക്ടറിന്റെ സ്പെസിഫൈ ചെയ്ത സംഭവങ്ങൾ എടുക്കാൻ നമ്മൾ ക്ലസ്റ്ററിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യും, കുറച്ച് ക്ലസ്റ്റേഴ്സ്. ഓക്കെ, ഇനി ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ക്ലസ്റ്ററിംഗ് ടു അസൈൻ ഈച്ച് പിക്സൽ ടു ദ ക്ലാസ് ഓഫ് നിയറസ്റ്റ് ക്ലസ്റ്റർ മീൻ. അതായത് ക്ലസ്റ്ററിംഗ് എന്ന് പറയുമ്പോൾ ഒരു പിക്സല് അതിന്റെ നിയറസ്റ്റ് പിക്സൽസിനെ നോക്കിയിട്ട് അവരെല്ലാം കൂടി എന്താക്കും, ഒരു ക്ലസ്റ്റർ ആക്കും. അപ്പോൾ മീൻ ബേസിലാണ്. മീൻ ബേസിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് ബേസിൽ എന്ന് പറയാം. ക്ലസ്റ്റർ എപ്പോഴും ചെയ്യല് ഇവിടെ ഉള്ളതിന് അവിടെ ഉള്ളതിന് അങ്ങനെയല്ല. ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ ഡിസ്റ്റൻസിൽ, അതിന്റെ സറൗണ്ടിങ്ങിൽ വരുന്ന പിക്സൽസിനെ ഗ്രൂപ്പ് ചെയ്യുന്നതിനാണ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുക. ഓക്കെ, ക്ലസ്റ്ററിംഗ് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ക്ലസ്റ്ററിംഗ് ടെക്നിക്സിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെഗ്മെന്റ് ചെയ്യുന്നതാണ് ക്ലസ്റ്ററിംഗ് ടെക്നിക്സ് പറയാം. ഓക്കെ, ഇനി ക്ലസ്റ്ററിംഗ് ടെക്നിക്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഹയറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് ഉണ്ട്, ഹയറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് ഉണ്ട്, പാർട്ടീഷണൽ ക്ലസ്റ്ററിംഗ് ഉണ്ട്. നമുക്ക് ഇത് പേരിനെ പോലെ തന്നെയാണ് ഇതെന്താ രണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ഹയറാർക്കി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഹയറാർക്കി ഫോളോ ചെയ്യാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. അതുപോലെ തന്നെയാണ് ഒരു ഹയറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് പറയുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, അതായത് ഒരു ക്ലസ്റ്റർ ഉണ്ടാവും, അങ്ങനെ വേറെ അതായത് ഫുൾ ഇമേജിനെ നമ്മൾ ഓരോ ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സ് ആക്കി മാറ്റും, ഒരു സിമിലാരിറ്റി ഉള്ളത്. പിന്നെ ഈ രണ്ട് ക്ലസ്റ്റേഴ്സ് തമ്മിൽ വീണ്ടും ഗ്രൂപ്പ് ചെയ്യും, പിന്നെ ആ ക്ലസ്റ്റേഴ്സ് നമ്മൾ വീണ്ടും അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് ദ ഹോൾ ഇമേജ് നമ്മൾ ഒരു ക്ലസ്റ്റർ ആയിട്ട് ഗ്രൂപ്പ് ചെയ്യും. അതാണ് ഒരു ഹയറാർക്കി കീപ്പ് ചെയ്യും. അതാണ് ഹയറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ്. പാർട്ടീഷൻ ക്ലസ്റ്ററിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഫുൾ ഇമേജ് നമ്മൾ എന്ത് ചെയ്യും, പാർട്ടീഷൻ ചെയ്യാൻ ഡിവൈഡ് ചെയ്യും. 3ആയിട്ടോ 4ആയിട്ടോ 5ആയിട്ടോ 6ആയിട്ടോ ഡിവൈഡ് ചെയ്യും. അതാണ് ജസ്റ്റ് അതിന്റെ ഓവറോൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഹയറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് എന്താണെന്ന് പറയാം. Okay, hierarchical clustering techniques are based on the use of proximity matrix indicating the similarity between every pair of data points to be clustered. അതായത് ഹയറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് പറയുമ്പോൾ ഓരോ ഡാറ്റ പോയിന്റും നമുക്ക് ക്ലസ്റ്റർ ചെയ്യാൻ ഓരോ ഡാറ്റ പോയിന്റ് തമ്മിൽ നമ്മൾ സിമിലാരിറ്റി കാണും. അതായത് ഒരു ഫുൾ ഡാറ്റ പോയിന്റ്സ് ഉണ്ടാവും, അതിന് നമ്മൾ സിമിലാരിറ്റി നോക്കിയിട്ട് ആദ്യം ഒന്ന് ക്ലസ്റ്റർ ചെയ്യും. എന്നിട്ട് രണ്ട് ക്ലസ്റ്റേഴ്സ് തമ്മിൽ സിമിലാരിറ്റി നോക്കും, എന്നിട്ട് ആ ക്ലസ്റ്റേഴ്സ് തമ്മിൽ വീണ്ടും ക്ലസ്റ്റർ ചെയ്യും. പിന്നെ മൂന്നാമത്തെ ക്ലസ്റ്റർ സിമിലാരിറ്റി ഉണ്ടോ നോക്കും. അങ്ങനെ ക്ലസ്റ്റർ ചെയ്യുന്നതാണ് ഹയറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിൽ സിമിലാരിറ്റി ബേസ്ഡ് ക്ലസ്റ്ററിംഗ് ആണ്. ഈ ഹയറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടോ, ബിൽഡ് എ ട്രീ ബേസ്ഡ് ഹയറാർക്കിക്കൽ ടാക്സോണമി ഡെൻഡ്രോം ഫ്രം എ സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ്.
എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് യൂസ് ചെയ്തിട്ട്, അതായത് നമുക്ക് കിട്ടിയ ഡോക്യുമെന്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എന്തുണ്ടാക്കാം, ഒരു ട്രീ ബേസ്ഡ് ടാക്സോണമി, ഇതിനാണ് ട്രീ ബേസ്ഡ് ഹയറാർക്കിക്കൽ ടാക്സോണമി ഉണ്ടാക്കാം. ഇതിനെ ഡെൻഡ്രോഗ്രാം എന്ന് പറയും. ഓക്കെ, ഡെൻഡ്രൈറ്റ്സ് പറഞ്ഞാൽ എന്താ, ബ്രാഞ്ചസ് ആണ്. അപ്പോൾ ഡെൻഡ്രോഗ്രാം എന്ന് പറയും, അല്ലെങ്കിൽ ട്രീ ബേസ്ഡ് ഹയറാർക്കിക്കൽ ടാക്സോണമി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ക്ലസ്റ്റർ ടെക്നിക്കിന് ഇങ്ങനെ ട്രീ ബേസ്ഡ് ഉണ്ടാക്കും. ഞാനിത് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞുതരാം, ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കുക. പിന്നെ അതിനാണ് ഡെൻഡ്രോഗ്രാം പറയുന്നത്. ദ എൻഡ് റിസൾട്ട് ഇസ് എ ട്രീ ഓഫ് ക്ലസ്റ്റേഴ്സ് റെപ്രസെന്റിംഗ് ദ നെസ്റ്റഡ് ഗ്രൂപ്പ് ഓഫ് പാറ്റേൺസ് അറ്റ് എ സിമിലാരിറ്റി ലെവൽസ് ഇൻ ഈച്ച് ഗ്രൂപ്പ് സ്റ്റേജ്. അങ്ങനെ നമ്മൾ ഇതിന്റെ ഗ്രൂപ്പ്, ഓരോ ഗ്രൂപ്പ് ഇതൊരു ഗ്രൂപ്പ് ആയിരിക്കും, പിന്നെ ഇതിനെ വേറെ ഗ്രൂപ്പ് ആക്കും. ഓക്കെ, ഇതിനെ ഗ്രൂപ്പ് ആക്കും, ഇതിന് അവസാനം ഇതെല്ലാം കൂടി ഒന്നിന്റെ ഇടയിലാണ് വരുന്നത്. ഓക്കെ, അങ്ങനെ സിമിലാരിറ്റിന്റെ ലെവൽ, ഓരോ ലെവലിന്റെ സിമിലാരിറ്റി നോക്കിയിട്ട് എന്ത് ചെയ്യും, ഗ്രൂപ്പ് ചെയ്യും. The resulting cluster always produce the internal nodes of the tree. അപ്പോൾ ഒരു റിസൾട്ടിങ് ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ട്രീയിലുള്ള ഡിഫറെൻറ്റ് ഇന്റർണൽ നോഡ്സ് ആയിട്ട് വർക്ക് ചെയ്യുക. ഈ ഓരോ നോഡിന് പറയുന്ന പേരാണ് റൂട്ട് നോഡ്. ഓക്കെ, പിന്നെ ഇതിനകത്തുള്ള റൂട്ട് നോഡ് ഈസ് റിസർവ്ഡ് ഫോർ ദ എൻറ്റയർ ഡാറ്റാസ്. ഈ എൻറ്റയർ ഡാറ്റാ സെറ്റിനാണ് റൂട്ട് നോഡ് എന്ന് പറയുക. ലീഫ് നോഡ് ആർ ഫോർ ദ ഇൻഡിവിജ്വൽ ഡാറ്റാ സാമ്പിൾസ്. ഇൻഡിവിജ്വൽ ഡാറ്റാ സാമ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓരോ ഇൻഡിവിജ്വൽ സാമ്പിൾസിനെയാണ് എന്ത് പറയുക, ലീഫ് നോഡ്. ഓക്കെ, then the clustering is obtained by cutting the dendrogram at a desired level. Each connected component forms a cluster. ക്ലസ്റ്ററിങ് എങ്ങനെ കിട്ടണമെന്ന് വെച്ചാൽ ഡെൻഡ്രോഗ്രാം നമുക്ക് കട്ട് ചെയ്താൽ ക്ലസ്റ്ററിങ് കിട്ടും. ഈച്ച് കണക്റ്റഡ് കോമ്പണന്റ് ഫോം എ ക്ലസ്റ്റർ. അതായത് ഇതൊരു ക്ലസ്റ്റർ ആയിരിക്കും, ഈ ഒരു പോയിന്റ്. ഓക്കെ, ഇതൊരു ക്ലസ്റ്റർ ആയിരിക്കും, ഇതൊരു ക്ലസ്റ്റർ ആയിരിക്കും. അങ്ങനെ ഓരോ ക്ലസ്റ്റർ കണക്ട് ചെയ്ത് നമുക്ക് ഇത് കിട്ടുന്നത്, ഡെൻഡ്രോഗ്രാം കിട്ടുന്നത്. ഇനി ഹയറാർക്കിക്കൽ ക്ലസ്റ്ററിംഗിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിംഗ് ഉണ്ട്, ഡിവിസീവ് ക്ലസ്റ്ററിംഗ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറയുന്ന മുമ്പ് ഞാൻ ഹയറാർക്കിക്കൽ പിക്ചോറിയൽ വിഷനായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ക്ലസ്റ്ററിംഗ് ടെക്നിക്സ് പറഞ്ഞു, അതിൽ ഹയറാർക്കിക്കൽ ഉണ്ട്, പാർട്ടീഷനിങ്. ഈ ഹയറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് പറഞ്ഞാൽ ഞാൻ ഇപ്പം എന്താ പറഞ്ഞു വെച്ചാൽ, ഇവിടെ അതായത് ഒരുപാട് ഒരു ഇമേജിനകത്ത് തന്നെ ഒരുപാട് ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ 10 ക്ലസ്റ്റർ ആവും, ചിലപ്പോൾ 8 ക്ലസ്റ്റർ ആവും, ചിലപ്പോൾ 5 ക്ലസ്റ്റർ ആവും, ചിലപ്പോൾ ഒരുപാട് അങ്ങനെ ക്ലസ്റ്റേഴ്സ് ആക്കി മാറ്റും. അതായത് ക്ലസ്റ്റേഴ്സ് ആണെങ്കിൽ ഏകദേശം ഭയങ്കര സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒരു ഗ്രൂപ്പ് ആക്കുക. അങ്ങനെ ഇപ്പോൾ ഒരു ക്ലസ്റ്റർ K1 K2 രണ്ട് ക്ലസ്റ്റേഴ്സ് നോക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി വെച്ച് ഈ ക്ലസ്റ്ററിലുള്ള ഓരോ പിക്സലുകളാണ് ഈ ഡോട്ടസ്. ആ ഡോട്ടിനെ പറഞ്ഞ ഡാറ്റാ പോയിന്റ് എന്ന് പറയും, അതായത് പിക്സൽസ്. ഈ പിക്സലുകളൊക്കെ എന്താവും, സിമിലർ ആവും. ഓക്കെ, ഡാറ്റാ പോയിന്റ്സ് അല്ലെങ്കിൽ ഇവരെ ഈ ഈ ഒരു ക്ലസ്റ്ററിലുള്ള 2 പോയിന്റ് സിമിലർ പ്രോപ്പർട്ടി ആവും. പക്ഷേ ഈ ഒരു പോയിന്റ് നമ്മൾ ഡിസിമിലാരിറ്റി ഉണ്ടാവും, കാരണം ദേ ആർ ബിലോങ് ടു ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സ്. ഓക്കെ, ഇനിയാണ് നമ്മൾ ഹയറാർക്കിക്കൽ പറയുന്നത്. ഹയറാർക്കിക്കൽ പറയാനേ നമ്മളിപ്പോൾ ഒരു ഇമേജ് ആണ് ഇത് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക്സ് തുടങ്ങാം. ഇതൊന്നും ശ്രദ്ധിക്കണ്ട. ബേസിക്സിന് ഇതൊരു ഫുൾ ഇമേജ് ആണ്. ഫുൾ ഇമേജിലുള്ള കുറേ ഡാറ്റാ പോയിന്റ്സ് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള കുറച്ച് ഡാറ്റാ പോയിന്റ്സ് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് എ എന്ന് പറഞ്ഞ ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കി. ബാക്കിയുള്ള റൗണ്ട് ഒന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട, ജസ്റ്റ് എ എന്നുള്ള ക്ലസ്റ്റർ ഉണ്ടാക്കി. അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഗ്രൂപ്പുകളൊക്കെ കണ്ടെയ്ൻ ചെയ്ത് ബി ക്ലസ്റ്റർ ഉണ്ടാക്കി. ഇവിടെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഡാറ്റാ പോയിന്റ്സ് അതിന് സി ക്ലസ്റ്റർ ഉണ്ടാക്കി. ഇവിടെ ഗ്രൂപ്പ്, അതായത് ഈ മൊത്തം ഒരു ഇമേജ് നമ്മൾ 5 ക്ലസ്റ്റേഴ്സ് ആക്കി. കണ്ടോ, ക്ലസ്റ്റർ എ, ക്ലസ്റ്റർ ബി, ക്ലസ്റ്റർ സി, ക്ലസ്റ്റർ ഡി, ക്ലസ്റ്റർ ഇ. അതായത് അതിന്റെ ഓരോ പ്ലേസിലുള്ള, ഇപ്പൊ നമ്മൾ ഹിസ്റ്റോഗ്രാം നോക്കിയിട്ടാണെങ്കിലും എന്ത് നോക്കിയിട്ട് ഇപ്പൊ ഫുൾ അതിന്റെ പിക്ചോറിക്കൽ വേർഷൻ ആണെങ്കിലും അതിലിങ്ങനെ പിക്ചറിക്കൽ വേർഷൻ ആകുമ്പോൾ ഡിഫറെന്റ് ഡാറ്റാ പോയിന്റ്സ് ഓരോ സ്ഥലത്ത് നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്റ്റൻസ് നോക്കിയിട്ടോ, ക്ലസ്റ്ററിംഗ് മെയിൻ ആയിട്ട് ഡിസ്റ്റൻസ് നോക്കിയിട്ടോ, ഡിസ്റ്റൻസ് നോക്കിയിട്ട് മെയിൻ ഡിസ്റ്റൻസ് നോക്കിയിട്ട് ഈ ഭാഗത്തുള്ളതൊക്കെ ഒരു ക്ലസ്റ്റർ ആക്കി, ഈ ഭാഗത്തുള്ള ഒരു ക്ലസ്റ്റർ ആക്കി. ഇവിടെ കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും, ഇവിടെ കുറച്ച് പോയിന്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു ക്ലസ്റ്റർ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഒന്നും പോയിന്റ്സ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ 5 ക്ലസ്റ്റേഴ്സ് ബേസിക്കലി ഉണ്ടാക്കി. ഓക്കെ, ഇനി ഈ 5 ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ട് നെക്സ്റ്റ് ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, നെക്സ്റ്റ് ഇവരുടെ ഒരു നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ 5 ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കിയാൽ ഹയറാർക്കി എന്ന് പറയാൻ കാരണം ഈ 2 ക്ലസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഈ 5 ക്ലസ്റ്റേഴ്സ് നമ്മൾ നോക്കും, ഈ 5 ക്ലസ്റ്റേഴ്സ് തമ്മിൽ സിമിലാരിറ്റി ഉണ്ടോ നോക്കും. ഓക്കെ, 5 ക്ലസ്റ്റേഴ്സ് തമ്മിൽ ഇത് രണ്ടും അടുത്താണ് വരുന്നത് അല്ലേ. അപ്പൊ ഇതിന്റെ ഈ തമ്മിൽ അടുത്ത് വരുന്നോണ്ടത് ഇതിന് കുറച്ച് സിമിലാരിറ്റി ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഗ്രേ ലെവലും ആ വാല്യൂസ് നോക്കിയാൽ മതി. 0 to 255 ഇപ്പൊ 0 ഫുള്ള് ബ്ലാക്ക്, 0ന്റെ അടുത്ത് വരുന്നത് 0 മുതൽ ഒരു 50 വരെയൊക്കെ ഏകദേശം ബ്ലാക്ക് ഗ്രേയിലോട്ട് പോയിട്ടുണ്ടാവില്ല, അതായത് ഡാർക്ക് ഗ്രേ. പിന്നെ അങ്ങനെ പോയി പിന്നെ അപ്പുറത്ത് വൈറ്റ് ആയിരിക്കും. അതേമാതിരി ഇതും ഏകദേശം ഒരു അടുത്തായതുകൊണ്ട് സിമിലർ ആയിരിക്കും. അപ്പൊ ഈ അടുത്തുള്ള ഈ 2 ക്ലസ്റ്ററിന് വീണ്ടും ഗ്രൂപ്പ് ചെയ്തു. എന്താണ് ഹയറാർക്കി എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഈ സിയും ഡിയും ക്ലസ്റ്റർ അടുത്താണ്, അതിനെ വീണ്ടും ഗ്രൂപ്പ് ചെയ്തു. ഓക്കെ, സിയും ഡിനെയും ഗ്രൂപ്പ് ചെയ്തു.
സിയും ഡിനും ഗ്രൂപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഈ സി ഡി എന്ന ക്ലസ്റ്ററിന്റെ അടുത്താണ്. അപ്പോൾ ഈ സിയും ഡിയും ഇയും കൂടി ക്ലസ്റ്റർ ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് മൊത്തം ഈ ഒരു ക്ലസ്റ്ററും ഈ ഒരു ക്ലസ്റ്ററും 2 ക്ലസ്റ്റർ കിട്ടി. പിന്നെ ആ 2 ക്ലസ്റ്ററും കൂടി ഒന്നും കൂടി ചെയ്യുമ്പോൾ മൊത്തം ക്ലസ്റ്റർ. ഇതാണ് ഹയറാർക്കി പറഞ്ഞത്. ആദ്യം ഇൻഡിവിജ്വൽ ഡാറ്റ പോയിന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ക്ലസ്റ്റേഴ്സ് ഇൻഡിവിജ്വൽ അടുത്തടുത്തുള്ള ഓരോ എവിടേക്ക് പോയിന്റ് ഉള്ളതിനനുസരിച്ച് ഓരോ ക്ലസ്റ്റേഴ്സ് 5 ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കും. എന്നിട്ട് രണ്ട് ക്ലസ്റ്റേഴ്സ് തമ്മിൽ സിമിലാരിറ്റി നോക്കും. ഈ ക്ലസ്റ്റർ സിമിലർ ആണ്, അപ്പൊ അവർ തമ്മിൽ ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യും. അപ്പൊ ഇത് 1 ആയി, 1 2, അപ്പൊ എന്തായി, AB 1 ആയി, പിന്നെ C2 D3 E4, അപ്പൊ 4 ക്ലസ്റ്റർ, 5 ഉള്ളത് 4 ആയി. നമ്മൾ സിയും ഡിയും കൂടി സിമിലാരിറ്റി നോക്കാം. അപ്പൊ അത് രണ്ടൊന്നും കൂടി അടുത്താണ്, അപ്പൊ വീണ്ടും ക്ലസ്റ്റർ ചെയ്യും. അപ്പൊ നമുക്ക് എത്ര ഉണ്ടാവും, ഇ എന്നുള്ള ഒരു ഗ്രൂപ്പ്, സി ഡി എന്ന ഒരു ഗ്രൂപ്പ്, എ ബി എന്ന ഗ്രൂപ്പ്, അങ്ങനെ 3 ക്ലസ്റ്റർ ഉണ്ടാവും. പിന്നെ നമ്മൾ സി ഡി എന്നുള്ള ഒരു ക്ലസ്റ്ററായി മാറി. അതും ഇയും കൂടി സിമിലാരിറ്റി നോക്കുമ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യും, വേറെ ക്ലസ്റ്റർ ആക്കി. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഈ സിയും സി ഡി ഇ എന്നുള്ളത് ഒരു ക്ലസ്റ്ററും എ ബി എന്നുള്ള ഒരു ക്ലസ്റ്ററും, അങ്ങനെ ഈ 2 ക്ലസ്റ്ററും കൂടെ ഒരു ഫുൾ ഇമേജ് ക്ലസ്റ്ററിനകത്താക്കി. ഇതാണ് ഹയറാർക്കിയൽ ക്ലസ്റ്ററിംഗ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഹയറാർക്കിയൽ ക്ലസ്റ്ററിങ്ങിന്റെ ഞാൻ പറഞ്ഞു ട്രീ ബേസ്ഡ്. ഓക്കെ, ഡെൻഡ്രോഗ്രാം ഉണ്ടാക്കുന്ന ട്രീ ബേസ്ഡ് ഹയറാർക്കി എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ, ഈ ഒരു ക്ലസ്റ്ററിങ് അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ബ്രാഞ്ച് ഉണ്ടാക്കുന്നത് വെച്ചാൽ, ആദ്യം നമുക്ക് എന്തുണ്ടാക്കും, ആദ്യം നമ്മൾ ഈ 4 ക്ലസ്റ്റർ നെയിംസും അങ്ങനെ എഴുതുക. ഓക്കെ, എ അങ്ങനെ എഴുതുക, ബി അങ്ങനെ എഴുതുക, ഓക്കെ, എ ബി എത്ര ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കി, നമ്മൾ മൊത്തം 5 ക്ലസ്റ്റേഴ്സ് ഉണ്ട്. അത് നേരത്തെ എഴുതുക, എ ബി സി ഡി ഇ 5 ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കി. പിന്നെ നെക്സ്റ്റ് നമ്മുടെ എയിം എന്തായിരുന്നു, എയും ബിയും കൂടി നമ്മൾ എന്ത് ചെയ്തു, ജോയിൻ ചെയ്ത് ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കി. അപ്പൊ എയും ബിയും ജോയിൻ ചെയ്ത് ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, സിയും ഡിയും ജോയിൻ ചെയ്ത് വേറെ ക്ലസ്റ്റർ ഉണ്ടാക്കി. പിന്നെ നമ്മൾ എന്താ ചെയ്ത്, ഈ സിയും ഡിന്റെ കൂടെ എന്ത് ജോയിൻ ചെയ്തു, ഇ ജോയിൻ ചെയ്തു. അപ്പൊ സിയും ഡിയും ജോയിൻ ചെയ്തതിന്റെ കൂടെ ഇ ജോയിൻ ചെയ്ത് സി ഡി ഇ എന്നൊരു ക്ലസ്റ്റർ ഉണ്ടാക്കി. പിന്നെ ലാസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്, ഈ എ ബിയും സി ഡി ഇയും കൂടി ജോയിൻ ചെയ്ത് ഫുള്ളാക്കി. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ട്രീ ബേസ്ഡ് ഹയറാർക്കിയൽ മോഡലിംഗ്. അതിങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ഒരു ക്ലസ്റ്ററിംഗ് ടെക്നിക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് ട്രീ ഡയഗ്രാം ഉണ്ടാക്കി. ഓക്കെ, ദ നെക്സ്റ്റ് സി ഡി ബിലോങ്സ് ടു ക്ലസ്റ്റർ ആൻഡ് എ ബി ബിലോങ്സ് ടു അനദർ ക്ലസ്റ്റർ. സി ഡി അതിന്റെ ഇതാണ് എക്സ്പ്ലനേഷൻ. ഇനി 2 ടൈപ്പ് ഉണ്ട് പറഞ്ഞു, അഗ്ലോമറേറ്റീവ്, അതായത് ബോട്ടം ടു അപ്പ്, താഴ്ന്ന് മുകളിലോട്ട്, സ്റ്റാർട്ട് വിത്ത് ഇൻഡിവിജ്വൽ ക്ലസ്റ്റർ. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. 2 ടൈപ്പ് ഉണ്ട്, അഗ്ലോമറേറ്റീവ് ഉണ്ട്, ഡിവിസീവ്. അഗ്ലോമറേറ്റീവ് ആണ് ബോട്ടം ടു അപ്പും, ഡിവിസീവ് ആണ് അപ്പ് ടു ടോപ്പ് അല്ലെങ്കിൽ ടോപ്പ് ഡൗൺ അപ്രോച്ചും. മറ്റേത് ബോട്ടം ടു അപ്പ് അപ്രോച്ച്, ഇത് ടോപ്പ് ഡൗൺ അപ്രോച്ച്. അപ്പോൾ ബോട്ടം ടു അപ്പ് അപ്രോച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് സ്റ്റാർട്ട് വിത്ത് ഇൻഡിവിജ്വൽ ക്ലസ്റ്റർ വെച്ച് സ്റ്റാർട്ട്. അത് എ ഉണ്ടാവും, ബി ഉണ്ടാവും, സി ഇൻഡിവിജ്വൽ ക്ലസ്റ്റേഴ്സ് എടുക്കും. എന്നിട്ട് അത് ഓരോന്നും ജോയിൻ ചെയ്ത് ഫോം ചെയ്യുന്നതിന് എന്താ പറയാ, അഗ്ലോമറേറ്റീവ്, നമ്മളിപ്പോൾ പറഞ്ഞ പ്രൊസീജിയർ. ഇനി ഡിവിസീവ് എന്ന് പറയുമ്പോൾ എന്താ, ടോപ്പ് ഡൗൺ പ്രോസസ് ആണ്. ടോപ്പ് ഡൗൺ നമ്മൾ ടോപ്പ് നിന്ന് താഴോട്ട്, അതാണ് ഡിവിസീവ്. അതാകുമ്പോൾ എ ബി സി ഒരു മൊത്തം ഇമേജിനെടുക്കും, ഒരു മൊത്തം ഇമേജ് ക്ലസ്റ്റർ ആക്കി എടുക്കും. എന്നിട്ട് ആ ഇമേജിനെ ഇവിടെ എന്താ ചെയ്യുന്നത്, ഫുൾ ഇമേജിനെ ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സ് ആക്കി ഓരോ ക്ലസ്റ്ററും ജോയിൻ ചെയ്ത് ആ മൊത്തം ഇമേജ് ഫുൾ ആയിട്ട് ക്ലസ്റ്റർ ആക്കും. ഡിവിസീവിൽ എന്താ ചെയ്യുന്നത്, ഡിവിസീവിലാണ് മൊത്തം ഇമേജിന് ഒരു ക്ലസ്റ്റർ. ടേക്ക് 1 ക്ലസ്റ്റർ വിച്ച് കമ്പോസ് ഓഫ് ഓൾ ദ ഡാറ്റ പോയിന്റ്സ് ആൻഡ് വി കീപ് ഓൺ ഡിവൈഡിങ് ദം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, മൊത്തം ക്ലസ്റ്ററിനെ മൊത്തം ഇമേജിന് ഒരു ക്ലസ്റ്റർ ആക്കി മാറ്റും. എന്നിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഫുൾ ക്ലസ്റ്ററിൽ അടുത്ത് വരുന്നത് എയും ബി അടുത്ത് വരണം. അപ്പോൾ എ ബി എന്നുള്ളതിനെ ഡിവൈഡ് ചെയ്യും, സി ഡി ഇ എന്നെ ഡിവൈഡ് ചെയ്യും. പിന്നെ എ ബിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് ഫുൾ ഇമേജ് നമുക്ക് ഡിവൈഡ് ചെയ്ത് പോകുന്നതാണ് ഡിവിസീവ്. അതാണ് ഡിവിസീവ് പറയാൻ കാരണം. എ ബിനെ വീണ്ടും എ ബി എന്നുള്ള ക്ലസ്റ്ററിനെ വീണ്ടും എ ബി എന്ന ക്ലസ്റ്റർ ചെയ്തും, സി ഡി ഇനെ ഈ കുറച്ച് ദൂരം ആയതുകൊണ്ട് ഇ വേറെയും സി ഡി വേറെയും, അങ്ങനെ സിനും ഡിനും വേറെയും. ഇതാണ് ഡിവിസീവ്. ഓക്കെ, ഇത്രയാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ അഗ്ലോമറേറ്റീവ് പറഞ്ഞാൽ സ്റ്റാർട്ട് വിത്ത് 1 document being single cluster, merge clusters to be a larger and larger by starting with the n single point clusters. N clusters it larger. Eventually all documents belong to the same cluster. Eventually they are full image full documents in same cluster ൽ വരും. Divisive എന്ന് പറയുമ്പോൾ start with all document belong to the same cluster. എല്ലാ ഒരു ക്ലസ്റ്ററിൽ, അതായത് ഒരു ഇമേജിലെ ഫുൾ ഡോക്യുമെന്റ്സ് ഒരു ക്ലസ്റ്ററിൽ വരും. എന്നിട്ട് എന്തെങ്കിലും സ്പ്ലിറ്റിംഗ് ചെയ്യും, iterative splitting of the data set until the single point cluster attached for the leaf nodes. ലീഫ് നോട്ട്സിൽ സിംഗിൾ നോട്ട് ക്ലസ്റ്റർ വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും.
ഈസ് നോട്ട് ഫോം എ ക്ലസ്റ്റർ ഓൺ ഇറ്റ്സ്. ഓക്കെ, ഡസ് നോട്ട് റിക്വയർ ദ നമ്പർ ഓഫ് ക്ലസ്റ്റർ കെ നെറ്റ്വർക്ക്. ഇത്ര ക്ലസ്റ്റർ വേണമെന്നൊന്നും അങ്ങനെയൊന്നുമില്ല, എത്ര ക്ലസ്റ്റർ വേണമെങ്കിലും ആക്കാം. ഓക്കെ, ഈ നെക്സ്റ്റ് അഗ്ലോമറേറ്റീവ് ആണ് നമുക്ക് പറയാം. അഗ്ലോമറേറ്റീവ് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ക്ലസ്റ്റേഴ്സിന് ജോയിൻ ചെയ്ത് ഫുൾ ഇമേജിനെ ക്ലസ്റ്റർ ആക്കുന്നതാണ് അഗ്ലോമറേറ്റീവ്. അപ്പോൾ ഹൈറാർക്കിയൽ അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിന്റെ അൽഗോരിതം ഹാക്ക് അൽഗോരിതം, അതായത് ഹൈറാർക്കിക്കൽ അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിംഗ് അൽഗോരിതം. ഓക്കെ, അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ അൽഗോരിതം സ്റ്റാർട്ട് വിത്ത് ഓൾ ഇൻസ്റ്റൻസസ് ഇൻ ദെയർ ഓൺ ക്ലസ്റ്റർ. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ, ഓരോ ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്താൽ അണ്ടിൽ ദർ ഇസ് വൺ ക്ലസ്റ്റർ. ഈ വൺ ക്ലസ്റ്റർ ഉണ്ടാവുന്നത് വരെ, വൺ ക്ലസ്റ്റർ ആവുന്നവരെ ഇതെന്ത് ചെയ്യും, ക്ലസ്റ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. ആദ്യം ഇൻഡിവിജ്വൽ ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കും, എന്നിട്ട് ഇവരൊക്കെ ജോയിൻ ചെയ്ത് ഒരൊറ്റ ക്ലസ്റ്റർ, ഫുൾ ഇമേജിന് ഒരു ക്ലസ്റ്റർ ആകുന്നവരെ ഇത് കണ്ടിന്യൂ ചെയ്യും. എമോങ് ദ കറന്റ് ക്ലസ്റ്റേഴ്സ് ഡിറ്റർമിൻ ദ ടു ക്ലസ്റ്റേഴ്സ് CI ആൻഡ് CJ ദാറ്റ് ആർ മോസ്റ്റ് സിമിലർ. അപ്പൊ CI എന്നുള്ള ഒരു ക്ലസ്റ്റർ ഉണ്ടാവും, CJ എന്നുള്ള ക്ലസ്റ്റർ ഉണ്ടാവും. അവർ സിമിലർ ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, CI ആൻഡ് CJ വിത്ത് എ സിംഗിൾ ക്ലസ്റ്റർ. നമ്മൾ ഈ പറഞ്ഞത് CI എന്ന ക്ലസ്റ്ററും CJ എന്ന ക്ലസ്റ്ററിന് സിംഗിൾ ക്ലസ്റ്റർ ആക്കിയിട്ട് ജോയിൻ ചെയ്യുക, CI യൂണിയൻ CJ, അങ്ങനെ ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യും. അതാണ് ഇതിന്റെ സ്റ്റെപ്പ് പറഞ്ഞാല്. ഓക്കെ, ഈ അൽഗോരിതത്തിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഈ ഹൈറാർക്കി അഗ്ലോമറേറ്റീവ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ ക്ലസ്റ്റേഴ്സ് ആക്കി ക്ലസ്റ്റേഴ്സിനെ അടുത്തുള്ള ഓരോന്ന് ജോയിൻ ചെയ്ത് ഒരു ഫുൾ ഇമേജിന് അല്ലെങ്കിൽ ഫുൾ ഡോക്യുമെന്റിന് ഒരൊറ്റ ക്ലസ്റ്റർ ആക്കി മാറ്റുന്നതാണ് അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിങ്. അപ്പൊ അതിൽ 3 ടൈപ്പ് അൽഗോരിതം ഉണ്ട്. ഒന്ന് സിംഗിൾ ലിങ്ക്, നെക്സ്റ്റ് കംപ്ലീറ്റ് ലിങ്ക് അൽഗോരിതം, നെക്സ്റ്റ് മിനിമം വേരിയൻസ് അൽഗോരിതം. First one on single link algorithm. Single link algorithm merges two clusters according to the minimum distance between the data samples from the two clusters. സിംഗിൾ ലിങ്ക് അൽഗോരിതം, സിംഗിൾ ലിങ്ക് അതായത് 2 ക്ലസ്റ്റേഴ്സ് ഉണ്ടാവും. നമ്മൾ ഡിഫറെന്റ് ക്ലസ്റ്റർ ABCD എന്ന ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്തു. 2 ക്ലസ്റ്റേഴ്സ് സെലക്ട് ചെയ്യുക, മിനിമം ഡിസ്റ്റൻസ് ഉള്ള 2 ക്ലസ്റ്റേഴ്സ് എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ സിംഗിൾ ലിങ്ക്. അൽഗോരിതം അലോസ് ഫോർ ദ ടെൻഡൻസി ടു പ്രൊഡ്യൂസ് ക്ലസ്റ്റേഴ്സ് വിത്ത് ഇലോങ്ങേറ്റഡ് ഷേപ്സ്. നമുക്ക് ഇലോങ്ങേറ്റഡ് ഷേപ്സ് കിട്ടാം, ക്ലസ്റ്ററിന്റെ ഷേപ്പ് മാറാം. അത് നമ്മുടെ മാറിയില്ലേ, നമ്മൾ കണ്ടല്ലോ. യൂസ് മാക്സിമം സിമിലാരിറ്റി പെയർസിന്റെ മാക്സിമം സിമിലാരിറ്റി കാണാം. അതായത് ഇതാണ് സിമിലാരിറ്റി, സിമിലാരിറ്റി ഓഫ് CI, CJ. CI എന്നുള്ള ഒരു ക്ലസ്റ്റർ ഉണ്ട്, CJ എന്നുള്ള ക്ലസ്റ്റർ അവിടെ കണ്ട AB. CI എന്നുള്ള ക്ലസ്റ്റർ, CJ എന്നുള്ള ക്ലസ്റ്ററിന്റെ സിമിലാരിറ്റി പറഞ്ഞാൽ എന്താവണം, മാക്സിമം ആവണം, മാക്സിമം സിമിലാരിറ്റി ആവണം. അപ്പൊ XY എന്നിട്ട് പുതിയ ഒരു എന്ത് കിട്ടും, സിമിലാരിറ്റി ഉള്ള പുതിയ ഒരു ക്ലസ്റ്റർ കിട്ടും. അതിന്റെ അതിന്റെ എലമെന്റ് X ആവും, Y ആവും. ഈ X പറഞ്ഞ എന്താ, എലമെന്റ് ഓഫ് CI ആവും, Y എന്ന് പറഞ്ഞ എലമെന്റ് ഓഫ് CJ. അതായത് CI എലമെന്റും CJ എലമെന്റും കൂടി കമ്പൈൻ ചെയ്ത് XY എന്നുള്ള ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യും. അതിലെ X എന്ന് പറഞ്ഞ എലമെന്റ് ഓഫ് CI എന്നുള്ള ക്ലസ്റ്ററിലുള്ള എലമെന്റ്സ് ആവും X. Y എന്ന് പറഞ്ഞാൽ CJ എന്നുള്ള ക്ലസ്റ്റർ, അതായത് CIയിലെയും CJയിലെയും എല്ലാ എലമെന്റ്സ് കൂടി കൂടിയിട്ട് ഒരൊറ്റ ക്ലസ്റ്റർ ആവും വിത്ത് മാക്സിമം സിമിലാരിറ്റി. അതാണ് മാക്സ്. അതായത് മാക്സിമം സിമിലാരിറ്റി വരുമ്പോൾ അവർ തമ്മിൽ എന്താണ്, കൂടുതൽ സിമിലർ ആയിരിക്കണം. അതായത് അവർ തമ്മിൽ മിനിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഉണ്ടോ, ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡാറ്റ സാമ്പിൾസ്, അവർ തമ്മിൽ മിനിമം ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് ക്യാൻ റിസൾട്ട് ഇൻ സ്ട്രാഗ്ലി ലോങ് ആൻഡ് ചെയിൻ ക്ലസ്റ്റർ ഡ്യൂ ടു ചെയിനിങ് ഇഫക്ട്. ഈ ചെയിനിങ് ഇഫക്റ്റ് ഉണ്ടെങ്കിൽ ചെയിൻ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്താവും, ഫുൾ ഒരു ഗ്രൂപ്പ് ആയിട്ട് നിൽക്കും. ആഫ്റ്റർ മെർജിങ് CI ആൻഡ് CJ ദ സിമിലാരിറ്റി ഓഫ് ദ റിസൾട്ടിംഗ് ക്ലസ്റ്റർ ടു അനദർ ക്ലസ്റ്റർ CK ഈസ്. അതന്നെയാണ്, CIയും CJയും നമ്മൾ ക്ലസ്റ്റർ ചെയ്തു, അതായത് ക്ലസ്റ്റർ ചെയ്ത് അതൊന്നായി കിട്ടി. അതായത് ആ CD ക്ലസ്റ്റർ ചെയ്തില്ല അതുപോലെ, എന്നിട്ട് ഇന്റെ കൂടെ ക്ലസ്റ്റർ ചെയ്തില്ല, അതാണ്. അങ്ങനെ സിമിലാരിറ്റി. പിന്നെ വേറൊരു CK വേറെ ക്ലസ്റ്ററിന്റെ കൂടെ നമ്മൾ ജോയിൻ ചെയ്യണം, എന്താവണം, അതേ സെയിം പോലെ ഈ സാധനം ജോയിൻ ചെയ്ത് ഒന്നായി, CIയും CJയും ഒന്നായി ഒരു ക്ലസ്റ്റർ ആയി, അതായത് CD ചെയ്ത പോലെ. എന്നിട്ട് അതിന്റെ കൂടെ CK ജോയിൻ ചെയ്യണമെങ്കിലും അതേ സെയിം പോലെ തന്നെ മാക്സിമം ഓഫ് സിമിലാരിറ്റി ബിറ്റ്വീൻ CI CK, സിമിലാരിറ്റി ബിറ്റ്വീൻ CJ CK. CIയും CKയും തമ്മിലുള്ള സിമിലാരിറ്റി നോക്കണം, CJയും CKയും തമ്മിലുള്ള സിമിലാരിറ്റി നോക്കിയിട്ട് മാക്സിമം സിമിലാരിറ്റി നോക്കിയിട്ട് വീണ്ടും അതിനെന്ത് ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യാം. ആ Cയും Dയും Eയും ഗ്രൂപ്പ് ചെയ്ത പോലെ. അങ്ങനെ നമ്മൾ ഓരോന്നും ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് പോവാം. അതാണ് സിംഗിൾ ലിങ്ക്. സിംഗിൾ ലിങ്കിന്റെ ഫിഗർ ആണിത്, കണ്ടോ. ഇതൊരു ഗ്രൂപ്പാണ്, ഇതൊരു ഗ്രൂപ്പാണ്, ഇതൊരു ഗ്രൂപ്പാണ്, ഇതൊരു ഗ്രൂപ്പാണ്. ഇവിടെ എന്താ ചെയ്തത്, ഈ ഒരു ഗ്രൂപ്പും ഇതും ഈ ഒരു ക്ലസ്റ്റർ നോക്കുക. ഈ ക്ലസ്റ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതുണ്ട്. ഇതിൽ ഏറ്റവും അടുത്തിരിക്കുന്ന ഏതാ, ഇതല്ലേ. അപ്പൊ ഇതിനെ ക്ലസ്റ്റർ ചെയ്തു. ഇതിന് അതുപോലെ തന്നെ ഏറ്റവും അടുത്തിരിക്കുന്ന ഇതാണ്, അപ്പൊ ഇതിനെ ക്ലസ്റ്റർ ചെയ്യും. അപ്പൊ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ഉള്ള ക്ലസ്റ്റേഴ്സ് തമ്മിൽ ഗ്രൂപ്പ് ചെയ്യുന്നതാണ് സിംഗിൾ ലിങ്ക്. ഓക്കെ, കംപ്ലീറ്റ് ലിങ്ക് അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിംഗ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ, കംപ്ലീറ്റ് ലിങ്ക് അൽഗോരിതം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇൻകോർപ്പറേറ്റ് ദ മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡാറ്റ പോയിന്റ്സ് ഇൻ എ ക്ലസ്റ്റർ. ഈ ടൈപ്പ് കംപ്ലീറ്റ് ലിങ്ക് അൽഗോരിതം എന്ന് പറഞ്ഞാൽ 2 ക്ലസ്റ്റർ തമ്മിൽ മാക്സിമം ഡിസ്റ്റൻസ് ഉള്ള 2 ക്ലസ്റ്റേഴ്സ് തമ്മിൽ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യാം. യൂസ് മിനിമം സിമിലാരിറ്റീസ്. അപ്പൊ ഇവിടെ സിമിലാരിറ്റി എന്താ, മിനിമം ആണ്.
അവിടെ മാക്സിമം സിമിലാരിറ്റി, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ക്ലസ്റ്റേഴ്സ് മിനിമം ആണ്. അവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ക്ലസ്റ്റേഴ്സ് മാക്സിമം ആണ്. അപ്പോൾ അവരുടെ സിമിലാരിറ്റി എന്താണ്? അവർ തമ്മിലുള്ള സിമിലാരിറ്റി മിനിമം ആണ്. അപ്പോൾ സെയിം പോലെ സിം എസ് ഐ എസ് ജെ മിനിമം സിമിലാരിറ്റി സിം എക്സ് കോമ വൈ. ഇവിടെ എന്തായിരുന്നു? ആ മിനിമം എന്നുള്ളിടത്ത് ഇവിടെ എന്തായിരുന്നു? മാക്സിമം സിമിലാരിറ്റി ആണ് കൊടുക്കുക കേട്ടോ. കണ്ടോ, മാക്സിമം സിമിലാരിറ്റി ആണ് സിംഗിൾ ലിങ്കിൽ, ഗ്ലോബൽ കംപ്ലീറ്റ് ലിങ്കിൽ മിനിമം സിമിലാരിറ്റി. Okay, make tighter spherical cluster that are typically preferable. After merging CA and CA, similarity of the resulting cluster to another cluster CK is. ഇതേപോലെ തന്നെ CK നെ വേണമെങ്കിൽ അപ്പോൾ CAയും CKയും തമ്മിൽ മിനിമം സിമിലാരിറ്റി വേണം. അതുപോലെ തന്നെ CJയും CKയും തമ്മിൽ മിനിമം സിമിലാരിറ്റി വേണം. അപ്പോൾ ഇവർ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഒരു ഇതും കൂടി ഇതിൽ ഒരു ടൈറ്റർ ആയിട്ടാവും ഇതിലേക്ക് എടുക്കുന്നത്. കണ്ടോ, അതായത് ഇതൊരു ക്ലസ്റ്റർ ഇവർ തമ്മിലാണ് മിനിമം സിമിലാരിറ്റി. പക്ഷേ ഇവരെന്ത് ചെയ്യാണ്? അല്ല, മാക്സിമം സിമിലാരിറ്റി. അപ്പോൾ കംപ്ലീറ്റ് ലിങ്കിൽ എന്ത് വേണം? മിനിമം സിമിലാരിറ്റി വേണം. അതായത് രണ്ട് ക്ലസ്റ്റർ തമ്മിൽ മാക്സിമം ഡിസ്റ്റൻസ് വേണം. അപ്പോൾ ഇങ്ങനെയാണ് ക്ലസ്റ്റർ ചെയ്യുക. രണ്ട് ക്ലസ്റ്റർ തമ്മിൽ മാക്സിമം ഡിസ്റ്റൻസ് ഉള്ള രീതിയിൽ ക്ലസ്റ്റർ ചെയ്യും. ഇനി നെക്സ്റ്റ് മൂന്നാമത്താണ് മിനിമം വേരിയൻസ് അൽഗോരിതം. മിനിമം വേരിയൻസ് പറയുമ്പോൾ combines two clusters in the sense of minimizing the cost function, that is with the minimum variance between the cluster. രണ്ട് ക്ലസ്റ്ററും തമ്മിലിന്റെ വേരിയൻസ് നോക്കും. അതിൽ മിനിമം വേരിയൻസ് ഉള്ളതിന് എന്ത് ചെയ്യും? ഗ്രൂപ്പ് ചെയ്യും. മറ്റേ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് മിനിമം വേരിയൻസ് ഉള്ളത് നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. ഓക്കെ, നമ്മൾ ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് കഴിഞ്ഞു. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്ലസ്റ്ററിംഗ് ആണ് പാർട്ടീഷണൽ ക്ലസ്റ്ററിംഗ്. അല്ലേ, ഈ പാർട്ടീഷണൽ ക്ലസ്റ്ററിംഗ് എന്താ പറയാന്ന് വെച്ചാൽ ഈ പാർട്ടീഷണൽ ക്ലസ്റ്ററിംഗിലെ ഇറ്ററേറ്റീവ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കാണിത്. ഓക്കെ, ദാറ്റ് എയിംസ് അറ്റ് മിനിമൈസിങ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഫ്. ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഫിനെ മിനിമൈസ് ചെയ്യുക. ഇവിടെ വരുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്? ഗുഡ്നെസ് ഓഫ് ക്ലസ്റ്ററിംഗ്. എഫ് മെഷേഴ്സ് ദ ഗുഡ്നെസ് ഓഫ് ക്ലസ്റ്ററിംഗ്. അതായത് ഏറ്റവും മാക്സിമം നല്ല ക്ലസ്റ്ററിംഗ് കൊടുക്കുക. അപ്പോൾ ക്ലസ്റ്ററിംഗ് ഫംഗ്ഷൻ, ക്ലസ്റ്റർ ചെയ്യാനുള്ള ഫംഗ്ഷൻ ഗുഡ്നെസ് ഓഫ് ക്ലസ്റ്ററിംഗ് ആണ് ഫംഗ്ഷൻ എഫ്. അത് മിനിമൈസ് ചെയ്യുക. അതായത് മാക്സിമം ഈ പാർട്ടീഷൻ പറഞ്ഞാൽ ഒരു ഫുൾ ഇമേജിനെ പാർട്ടീഷൻ ചെയ്യുക, അതായത് ഗ്രൂപ്പ് ചെയ്യുക. അവിടെ ക്ലസ്റ്ററിങ് ചെയ്യുന്നത് പാർട്ടീഷൻ രണ്ടാമത്തെ സ്റ്റെപ്പാണ്. രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് ക്ലസ്റ്ററിങ് മെത്തേഡാണ്. അപ്പോൾ പാർട്ടീഷൻ ഹൈറാർക്കിയലല്ല, രണ്ടാമത്തെ പാർട്ടീഷൻ. അപ്പോൾ പാർട്ടീഷൻ ചെയ്യാറുമ്പോൾ ഒരു ഫുൾ ഇമേജിനെ പാർട്ടീഷൻ ചെയ്യുക. എന്തിൻ്റെ ബേസിൽ? അതിൻ്റെ ക്ലസ്റ്ററിങ്ങിൻ്റെ ബേസിൽ. അപ്പോൾ എത്രമാത്രം അത് ക്ലസ്റ്റേർഡ് ആയി നിൽക്കുന്നു, അതായത് ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ അതിനെ ഗ്രൂപ്പ് ചെയ്യാം. ഇത് രണ്ട് സ്റ്റെപ്സ് ഉണ്ട്. പാർട്ടീഷനിങ് ഓഫ് ഈച്ച് പാറ്റേൺ ടു ഇറ്റ്സ് ക്ലോസസ്റ്റ് ക്ലസ്റ്റർ. അതായത് ഒരു ഇമേജ് ഉണ്ടാവും, ആ ഇമേജിന് എന്ത് ചെയ്യാം? ഗ്രൂപ്പ് ചെയ്യുക അല്ലെങ്കിൽ പാർട്ടീഷൻ ചെയ്യുക. അതിന്റെ ക്ലോസസ്റ്റ് ക്ലസ്റ്റർ കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യാം? പാർട്ടീഷൻ ചെയ്യാം. ഓക്കെ, അതായത് മാക്സിമം കുറേ ഡാറ്റ പോയിന്റ്സ് ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിനെങ്ങനെ പാർട്ടീഷൻ ചെയ്തെന്ന് വെച്ചാൽ ഓരോ പാർട്ടീഷൻ ചെയ്യുന്ന പാർട്ടിലും മാക്സിമം പോയിന്റ്സ് അടുപ്പിച്ചിരിക്കണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് എന്താ ചെയ്യുക? കമ്പ്യൂട്ടേഷൻ ഓഫ് ക്ലസ്റ്റർ സെൻട്രോയിഡ്സ്. പിന്നെ എന്താ ചെയ്യുക? ഈ ക്ലസ്റ്ററിന്റെ സെൻട്രോയിഡ് നമ്മൾ ഓരോ ക്ലസ്റ്റർ ഫോം ചെയ്യും, അതിന് സെൻട്രോയിഡ് ഫോം ചെയ്യും. അതിന് ഫിഗർ മനസ്സിലാവാൻ വേണ്ടി ഇതാണ് അവർ പറഞ്ഞത്. കണ്ടോ, ഇവിടെ ഫുള്ളായിട്ട് നമ്മൾ ക്ലസ്റ്റർ ഇങ്ങനെ പരന്ന് കിടക്കാവും. അപ്പൊ നമുക്കറിയാം ഇത് ഏകദേശം ഒരു ടീമിലുള്ളതാണ്. ഇവര് ഒരു ടീം, ഒരു ഗ്രൂപ്പാണ്. അതായത് ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇവരെ ഒരു ഗ്രൂപ്പാക്കാം, ഇവരെ ഗ്രൂപ്പാക്കാം. അങ്ങനെ നമ്മൾ ഡിസ്റ്റൻസ് നോക്കിയിട്ട് പാർട്ടീഷൻ, ഒരു ഇമേജിനെ പാർട്ടീഷൻ ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞത്. ആദ്യം നമ്മൾ എന്നിട്ട് അതിന് K1 K2 K3 പറഞ്ഞാൽ അതിന്റെ സെന്റർ, അങ്ങനെ സെൻട്രൽ പോയിന്റ് കണ്ടുപിടിക്കും. അതാണ് പാർട്ടീഷനിൽ പറയുന്നത്. കണ്ടോ, കമ്പ്യൂട്ടേഷൻ ഓഫ് ക്ലസ്റ്റർ സെൻട്രോയിഡ്സ്. എന്നിട്ട് ഓരോ ക്ലസ്റ്ററിന്റെ സെൻട്രൽ പോയിന്റ് കണ്ടുപിടിക്കും. അത്രയാണ് ഇതിന്റെ മെയിൻ രണ്ട് സ്റ്റെപ്പ്. ഒന്ന് എന്ത് ചെയ്യാം? പാർട്ടീഷൻ ചെയ്യുക, മാക്സിമം പോയിന്റ്സ് ഒക്കെ അടുത്ത് വരുന്ന രീതിയിൽ നമ്മളൊരു ഇമേജിനെ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഓരോ പാർട്ടീഷൻ ചെയ്യുമ്പോൾ മൂന്നെണ്ണം അവിടെ മൂന്നെണ്ണം കിട്ടും. അങ്ങനെ 3 ഗ്രൂപ്പ് കിട്ടും. ആ 3 ഗ്രൂപ്പിൽ നമ്മളൊരു സെൻട്രൽ ക്ലസ്റ്റർ സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. ക്ലസ്റ്റർ സെൻട്രോയിഡ് എന്ന ക്ലസ്റ്ററിൽ ഒരു സെൻട്രൽ പോയിന്റ് കണ്ടുപിടിക്കുക, സെൻട്രൽ പിക്സൽ കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് കാറ്റഗറൈസ്. ഓക്കെ, ഇതിനെ ഈ ഒരു പാർട്ടീഷൻ ക്ലസ്റ്ററിംഗിൽ നമുക്ക് 2 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് പാർട്ടീഷനിങ് റീലൊക്കേഷൻ അൽഗോരിതം, അതായത് റീലൊക്കേറ്റ് ചെയ്യുന്ന അൽഗോരിതം. ഓക്കെ, പാർട്ടീഷൻ ചെയ്തിട്ട് നമ്മൾ സെൻട്രൽ പോയിന്റ് റീലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ അൽഗോരിതം ഉണ്ട്. അതിൽ ഡിഫറെന്റ് അൽഗോരിതം. അതിൽ നമുക്ക് K മീൻസ് ക്ലസ്റ്ററിംഗ് പഠിക്കാനുള്ളൂ. നെക്സ്റ്റ് ഡെൻസിറ്റി ബേസ്ഡ് പാർട്ടീഷൻ. ഡെൻസിറ്റി ബേസ്ഡ് പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന എന്താണ്? ഡെൻസിറ്റി ബേസ്ഡ് ആവും. ഡെൻസിറ്റി പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഡാറ്റ പോയിന്റ്സ് ഇൻ എ ക്ലസ്റ്റർ. അപ്പോൾ എല്ലാ ഡെൻസിറ്റി ബേസ് ചെയ്ത് അപ്പോൾ ഫുൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഡാറ്റ പോയിന്റ്സ് ഇപ്പോൾ ഒരു 15 ആണെങ്കിൽ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക, എല്ലാത്തിലും 5 ഉള്ള രീതിയിൽ. ഓക്കെ, 15 ഡാറ്റ പോയിന്റ്സ് ആണെങ്കിൽ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക, 5 പോയിന്റ്സ് ഉള്ള രീതിയിൽ.
അല്ല അതിൽ തരും ഇത്ര പോയിന്റ്സ്, ഇത്ര ഡാറ്റാ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പൊ 3 ഡാറ്റാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ 15 പോയിന്റ് ആണെങ്കിൽ 5 ഗ്രൂപ്പ് ആക്കിയിട്ട് ചെയ്യാം. അതാണ് ഡെൻസിറ്റി ബേസ്ഡ് പാർട്ടീഷനിങ്. നമുക്ക് പഠിക്കാനില്ല, നമുക്ക് കെ മീൻസ് പാർട്ടീഷനിങ് ആണ് പഠിക്കാനുള്ളത്. അതായത് റീ അലൊക്കേഷൻ അൽഗോരിതം. നമുക്ക് ക്ലസ്റ്റർ സെൻട്രോയിഡിനെ റീ അലൊക്കേറ്റ് ചെയ്യുന്ന അൽഗോരിതം. അതാണ് കെ മീൻസ് ക്ലസ്റ്ററിംഗ് അൽഗോരിതം. ഓക്കെ, കെ മീൻസ് ക്ലസ്റ്ററിംഗ് വെയ കെ മീൻസ് അൽഗോരിതം. എന്താണ് കെ മീൻസ് അൽഗോരിതം? ഇറ്റ്സ് ആൻ ഐട്രേറ്റീവ് പ്രൊസീജിയർ. ഐട്രേറ്റീവ് പ്രൊസീജിയർ എന്നാൽ സെയിം പ്രൊസീജിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഐട്രേറ്റീവ് പ്രൊസീജിയർ പറയുന്നത്. ക്ലസ്റ്റേഴ്സ് ഡാറ്റ, ഇത് ഡാറ്റനെ ക്ലസ്റ്റർ ചെയ്യും. ഇറ്റ് ക്ലസ്റ്റേഴ്സ് ഡാറ്റ ബൈ ഐട്രേറ്റീവ്ലി കമ്പ്യൂട്ടിംഗ് എ മീൻ ഇന്റൻസിറ്റി ഫോർ ഈച്ച് ക്ലാസ് ആൻഡ് സെഗ്മെന്റിംഗ് ദ ഇമേജ് ബൈ ക്ലാസിഫൈങ് ഈച്ച് പിക്സൽ ഇൻ ദ ക്ലാസ് വിത്ത് ദ ക്ലോസസ്റ്റ് മീൻ. ഇവിടെ എന്താ പറഞ്ഞറിയോ, ഇത് എങ്ങനെയാണ് ഒരു ഇമേജിനെ ഡാറ്റനെ ക്ലസ്റ്റർ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മീൻ ഇന്റൻസിറ്റി വാല്യൂ നോക്കും. ഓരോന്നും തമ്മിലുള്ള ഡിസ്റ്റൻസ് മീൻ വാല്യൂ നോക്കിയിട്ട് ക്ലോസസ്റ്റ് ആയിട്ടുള്ളതിനെ ഗ്രൂപ്പ് ചെയ്യും. അപ്പൊ അതിന്റെ സ്റ്റെപ്പാണ് ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ പ്രൊസീജിയർ. ഫസ്റ്റ് എന്താ ചെയ്യുക, റാൻഡംലി ചൂസ് കെ സെൻട്രോയിഡ്. സെൻട്രോയിഡ് പറഞ്ഞാൽ എന്താ അറിയോ, ഓരോ ക്ലസ്റ്ററിനും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു സെൻട്രൽ പോയിന്റ് ആണ് സെൻട്രോയിഡ്. അപ്പൊ നമ്മൾ കെ സെൻട്രോയിഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ ദ ഡാറ്റ നോയ്സ് ആർ അസൈൻ ടു ദ കെ സെറ്റ്. ഒരു 3 സെൻട്രോയിഡ് നമ്മൾ K1, K2, K3 3 സെൻട്രോയിഡ് നമ്മൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഈ 3 സെൻട്രോയിഡിന് അടുത്ത് വരുന്ന ഡാറ്റ പോയിന്റ്സ് ഒക്കെ ഗ്രൂപ്പ് ചെയ്യാം. മനസ്സിലായോ? അതായത് ഫുൾ ഇമേജിൽ ഒരുപാട് ഡാറ്റ പോയിന്റ്സ് ഉണ്ട്. ഈ ഡാറ്റ പോയിന്റ്സ് ഒരുപാട് ചിന്നി ചിതറി കിടക്കുകയാണ്. അപ്പൊ നമ്മൾ കെ സെൻട്രോയിഡ് സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ 3 സെൻട്രോയിഡ് സെലക്ട് ചെയ്ത് വിചാരിച്ചോ, K1, K2, K3. എന്നിട്ട് അതായത് 3 സെൻട്രോയിഡ് നമുക്ക് എന്താവും, പല സ്ഥലത്താണെങ്കിൽ പല സ്ഥലത്തിന്റെ അടുത്താവും 3 സെൻട്രോയിഡ് സെലക്ട് ചെയ്യുക. 3 സെൻട്രോയിഡ് സെലക്ട് ചെയ്തിട്ട് ആ K1ന് അടുത്ത് വരുന്ന കുറച്ച് പോയിന്റ് ഒക്കെ എടുക്കുക, K1ന്റെ സ്ഥലത്തേക്ക് വെക്കുക. K2ന്റെ അടുത്ത് വരുന്നൊക്കെ K2 കൊടുക്കുക. അതാണ് ഡാറ്റ പോയിന്റ്സ് ആർ അസൈൻ ടു ദ കെ സെറ്റ്. ഓരോ സെറ്റിനും ഡാറ്റ പോയിന്റ് അസൈൻ ചെയ്യാം. ഇതാണ് ഞാൻ നേരത്തെ ഫിഗറിൽ തന്നത്. ആദ്യം കണ്ടോ, സെൻട്രോയിഡ് ഞാൻ K1, K2, K3 ആണ് വെറുതെ കുറച്ച് സെൻട്രോയിഡ് എടുത്തു. എന്നിട്ട് K1ഉം ഓരോ പോയിന്റും നമ്മൾ ഡബിൾ ഡിസ്റ്റൻസ് നോക്കിയിട്ട് K1ന്റെ കൂട്ടത്തിലൊക്കെ ഉള്ള കുറച്ച് ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യും. K2 എന്നുള്ള ഡിസ്റ്റൻസ് നോക്കി K2ലുള്ള ഡാറ്റ പോയിന്റ്സിനെ സെലക്ട് ചെയ്യും. K3 ഓരോ ഡിസ്റ്റൻസ് നോക്കി K3 ഉള്ള ഡാറ്റ പോയിന്റ് സെലക്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് കിട്ടുന്നതാണ്, കണ്ടോ, K1 ഉള്ള പോയിന്റ്സ് അങ്ങനെ പാർട്ടീഷൻ ചെയ്യും. അപ്പൊ 3 ക്ലസ്റ്ററായി വിത്ത് സെൻട്രോയിഡ് K1, K2, K3. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഡാറ്റ പോയിന്റ്സ് സെലക്ട് ചെയ്തു. ഓരോ കെന്റെയും ഓരോ സെൻട്രോയിഡിനും ഡാറ്റ പോയിന്റ് സെലക്ട് ചെയ്തു. ദ സെൻട്രോയിഡ് ഈസ് അപ്ഡേറ്റഡ് ഫോർ ഈച്ച് സെറ്റ്. ഓരോ സെറ്റും നമുക്ക് സെൻട്രോയിഡ് അപ്ഡേറ്റ് ചെയ്യും. അത് ഞാൻ പറഞ്ഞുതരാം. ഈ സെൻട്രോയിഡ് നമ്മൾ ഒരു പോയിന്റ് എടുക്കും. എന്നിട്ട് ഈ സെൻട്രോയിഡ് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഹൈഡ്രേഷനിലും നമ്മൾ സെൻട്രോയിഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന്റെ പ്രൊസീജിയർ ആണിത്. ചൂസ് K ഇനീഷ്യൽ ക്ലസ്റ്റർ സെൻട്രോയിഡ് Z1 of L, Z2 of L, etc. Zk of L. ഇതൊക്കെ എന്താണ്, ക്ലസ്റ്റർ സെൻട്രോയിഡ് ആണ്. ഓക്കെ, Z1 to Zk അത്രയും സെൻട്രോയിഡുകൾ. ഇപ്പൊ K സെൻട്രോയിഡുകൾ നമ്മളുണ്ട്. അപ്പൊ K സെൻട്രോയിഡ് ഉണ്ടാകുമ്പോൾ K ക്ലസ്റ്റർ ഉണ്ടാവും അല്ലെ. ഒരു സെൻട്രോയിഡോ നമ്മൾ ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കും, ഒരു സെൻട്രോയിഡ് ഒരു ക്ലസ്റ്റർ, അങ്ങനെ K സെൻട്രോയിഡ് ആണെങ്കിൽ K ക്ലസ്റ്റേഴ്സ് ഉണ്ടാവും. Kth iterative സ്റ്റെപ്പിൽ എങ്ങനെ ഉണ്ടാവുന്ന വെച്ചാൽ, ഡിസ്ട്രിബ്യൂട്ട് ദ സാമ്പിൾ X among the K cluster using the relation. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു X എന്നുള്ള ഒരു സാമ്പിൾ ഉണ്ട്. ഓക്കെ, ഈ ഇക്വേഷൻ എന്താ പറയുന്നത് അറിയോ, ഒരു X എന്നുള്ള ഒരു ഡാറ്റ പോയിന്റ്, ഒരു പോയിന്റ് എവിടെ ഉണ്ട്, CJ X എലമെന്റ് ഓഫ് CJ of K ആവണമെങ്കിൽ, CJ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ക്ലസ്റ്റർ ആണ്. ഓക്കെ, ഒരു ഏതെങ്കിലും ഒരു ക്ലസ്റ്റർ. അപ്പം ഈ X എന്ന് പറഞ്ഞാൽ ഈ ക്ലസ്റ്ററിന്റെ ഉള്ളിൽ പെടണമെങ്കിൽ if X മൈനസ് ZJK പറഞ്ഞാല് ഈ ഒരു ക്ലസ്റ്റർ ഉണ്ടല്ലോ, ഈ ഒരു ക്ലസ്റ്ററിന്റെ സെൻട്രൽ പോയിന്റ് ആണിത്. ഈ X സെൻട്രൽ പോയിന്റിലോട്ട് മൈനസ് ചെയ്താല് ലെസ് ആവണം X മൈനസ് ZI ഓഫ് K. ഇത് വേറൊരു സെൻട്രൽ പോയിന്റ് ആണ്. അപ്പൊ രണ്ട് സെൻട്രൽ പോയിന്റ് K1, K2 ആണ് വിചാരിച്ചോ. ഈ Xും K1 ഉള്ള ഡിസ്റ്റൻസ് ലെസ് ആവണം Xും ZI എന്നുള്ള ഡിസ്റ്റൻസിലേറെ. അപ്പൊ ഈ ഡിസ്റ്റൻസ് കൂടുതലും ഈ ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ ഈ X എന്നുള്ള എലിമെന്റ് CJയിൽ ഉണ്ടാവും. അപ്പൊ CJ എന്ന ക്ലസ്റ്ററിന്റെ സെൻട്രൽ പോയിന്റ് ആണ് ZJ. ഓക്കെ, ഇവിടെ പറയുന്ന ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഈ ഒരു ഫിഗർ വെച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതാണ് X, ഈ ഒരു പോയിന്റ് എടുത്തു. ഈ പോയിന്റും ഇത് K1, K2, K3 എന്നുണ്ടല്ലോ, ഇതൊരു ക്ലസ്റ്റർ ആണ്. അപ്പൊ ഈ ഒരു പോയിന്റ് ഈ ഒരു ക്ലസ്റ്ററിൽ, ഒരു K1 എന്നുള്ള ക്ലസ്റ്ററിൽ വരണമെങ്കിൽ ഈ ഒരു പോയിന്റും K1 തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കും, ഈ പോയിന്റും K2 തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കും, ഈ പോയിന്റും K3 തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കും.
എന്നിട്ട് ഇതിൽ ഏറ്റവും ഡിസ്റ്റൻസ് കുറവുള്ളത് K1 ആയതുകൊണ്ട് ഈ ക്ലസ്റ്ററിൽ പെടുത്തും. അതാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ ZJK ZIK പറഞ്ഞാല് രണ്ട് സെൻട്രൽ പോയിന്റ് ആണ്, K1 K2 പറഞ്ഞ പോലെ. ഈ CJ എന്ന് പറഞ്ഞാല് ഈ ZJKന്റെ എന്താണ്, ഗ്രൂപ്പാണ്, ക്ലസ്റ്റർ ആണ്. അപ്പോ ഇതാട്ടോ, for I equal to K, I not equal to J, where CIK പറഞ്ഞാൽ denotes the set of samples whose cluster center is ZJ. CIJK പറഞ്ഞാല് സെറ്റ് ഓഫ് സാമ്പിൾസ് ആണ്, കുറെ സാമ്പിൾ ഉണ്ട്, അതിന്റെ സെൻട്രൽ പോയിന്റ് സെൻട്രോയിഡ് ആണ്, സെന്റർ ആണ് ZJ. അപ്പൊ എക്സ് നിന്ന് ZJ അതായത് K1 ഒക്കെയുള്ള ഡിസ്റ്റൻസ് നോക്കും. അപ്പൊ ഏതാണ് മിനിമം ഡിസ്റ്റൻസ് അത് ആ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യും. ഓക്കെ, കമ്പ്യൂട്ട് ദ ന്യൂ ക്ലസ്റ്റർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പുതിയ ക്ലസ്റ്റർ ഫോം ചെയ്യും. J equal to 1 such that sum of square distance. എന്നിട്ട് വീണ്ടും നമ്മൾ ക്ലസ്റ്റർ ഫോം ചെയ്യും. എന്നിട്ട് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുന്ന രീതിയിൽ പുതിയ ക്ലസ്റ്റർ വീണ്ടും ഫോം ചെയ്യും. ഇത് ഞാൻ ആ ഒരു ഫിഗർ വെച്ച് പറഞ്ഞുതരാം, എന്നിട്ട് നിങ്ങളത് നോക്കിയാൽ മതി. ഇതിന്റെ ഡ്രോബാക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ക്ലസ്റ്ററിന് എന്ത് ചെയ്യാം, ഒരു പ്രാവശ്യം ചൂസ് ചെയ്താൽ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. K വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാം. ഇപ്പൊ K എന്നുള്ളത് 3 ചെയ്താക്കിയാൽ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് അതിന്റെ സ്റ്റെപ്പ്. അപ്പൊ നമ്മുടെ ഫുൾ ഇമേജിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ, ഫുൾ ഇമേജിൽ ഒരുപാട് ഡാറ്റാ പോയിന്റ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ K1 K2 K3 എന്നുള്ള എവിടെയെങ്കിലും ഒരു പോയിന്റ് ഇടുക. ഇതാണ് ക്ലസ്റ്റർ സെൻട്രോയിഡ് K1 K2 K3 എവിടെയോ ഇട്ടു. 4 വേണമെങ്കിൽ K1 K2 K3 ഇവിടെ ഒരു K4 ഇടാം, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇവിടെ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ 3 ഗ്രൂപ്പ് തോന്നിയതുകൊണ്ട് K1 K2 K3 ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്യും, ഈ K1 K2 K3 ഇട്ടിട്ട് അടുത്ത സ്റ്റെപ്പാണ് അവിടെ പറഞ്ഞത്, ഒരു ഡാറ്റ പോയിന്റ് എടുക്കും. ഈ പോയിന്റ് ഏത് ക്ലസ്റ്ററിലാണെന്ന് അറിയാൻ വേണ്ടി ഈ പോയിന്റിന് ഈ സെൻട്രലോട്ടുള്ള, അങ്ങനെ ഓരോ സെൻട്രലോട്ടുള്ള ഡിസ്റ്റൻസ് നോക്കും. ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് ഏതിലോട്ടാണോ അതിലോ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യും. ഇതും അങ്ങനെ നോക്കും, ആ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഈ എല്ലാ ഡാറ്റ പോയിന്റ്സ് ഇങ്ങനെ 3 തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഓരോ ഗ്രൂപ്പ് കിട്ടും. അപ്പൊ ഈ K1 ഇത്രയും ഡാറ്റാ പോയിന്റ്സ് ഉണ്ടാവും, ഈ K2 ഇത്രയും ഡാറ്റാ പോയിന്റ്സ്, K3 ഇത്രയും ഡാറ്റാ പോയിന്റ്സ്, അങ്ങനെ 3 ഡാറ്റാ പോയിന്റ് 3 ക്ലസ്റ്ററിലും ഉള്ള ഡാറ്റാ പോയിന്റ്സ് കിട്ടി. ഇനി ഇത് ഈ K എന്നുള്ളത് അപ്പൊ ഈ ഡാറ്റാ പോയിന്റ്സിന്റെ സെന്റർ ആണോ, അല്ലല്ലോ. ഇനി നമ്മൾ എന്താ വെച്ചാൽ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നെക്സ്റ്റ് ഇറ്ററേഷൻ എന്താന്ന് വെച്ചാല്, വീണ്ടും ഈ K1 ഈ ക്ലസ്റ്ററിനകത്തുള്ള, ഇതിപ്പോ ഒരു ക്ലസ്റ്റർ, ഇതൊരു ക്ലസ്റ്റർ, ഇതാ ക്ലസ്റ്റർ, ഈ K1 ഈ എല്ലാ ഡാറ്റാ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വീണ്ടും നോക്കും. ഓക്കെ, വീണ്ടും നോക്കിയിട്ട് വീണ്ടും ഓരോ ഡിസ്റ്റൻസ് നോക്കും. എന്നിട്ട് ഇതിന്റെ മിനിമം ഡിസ്റ്റൻസ് ഈ എല്ലാ ഡാറ്റ പോയിന്റ്, ഈ ഒരു ഡാറ്റ പോയിന്റിന്റെ അടുത്തേക്ക് ഈ K1 വരുന്ന രീതിയിൽ, അതായത് ഡാറ്റ പോയിന്റ് K1 തമ്മിലുള്ള ഡിസ്റ്റൻസ് മിനിമം ആവുന്ന രീതിയിൽ K1 K2 K3 ചേഞ്ച് ചെയ്യും. കണ്ടോ, K1 അവിടെ ഉള്ള K1 ഇവിടെ എത്തി. കാരണം എന്താ, ഡാറ്റ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ നോക്കിയിട്ട് അതിന് K1 K2 K3 ചേഞ്ച് ചെയ്തു. ഓക്കെ, ദെൻ വീണ്ടും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും ഇതിനെ K1 സെൻട്രോയിഡ് വീണ്ടും ചെയ്യും. അതായത് ഈ പോയിന്റിലോട്ട് ഇതിങ്ങനെ അടുത്തടുത്ത് വരും. ഓക്കെ, സെൻട്രോയിഡ്. അങ്ങനെയാണ് നമ്മൾ എന്നിട്ട് മാക്സിമം അടുത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. സെൻട്രോയിഡ് കാൽക്കുലേഷൻ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ നമുക്ക് അപ്പൊ എന്തായി, അപ്പൊ ഇതാണ് 3 ക്ലസ്റ്റേഴ്സ് കിട്ടും. 1 2 3 അങ്ങനെ 3 ക്ലസ്റ്റേഴ്സ് ആണ് നമ്മൾ ഫോം ചെയ്യുന്നത്. ചിലപ്പോൾ ചില ഡാറ്റാ പോയിന്റ്സ് ആയിരുന്നു ഡ്രോപ്പ് ആവാനും ചാൻസ് ഉണ്ട്. കണ്ടോ, ഈ ഡാറ്റാ പോയിന്റ്സ് വെറുതെ എവിടെയോ പോയി നിൽക്കുന്നു. അപ്പൊ ഇതൊരു ക്ലസ്റ്റർ, ഇതൊരു ക്ലസ്റ്റർ, ഇതൊരു, അങ്ങനെയാണ് ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സ് എന്ത് യൂസ് ചെയ്തിട്ട്, K മീൻസ് ക്ലസ്റ്ററിങ് പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നു. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ക്ലസ്റ്ററിങ് ടെക്നിക്കുള്ളത്. ഇനി നമ്മൾ വേറൊരു ടൈപ്പാണ് ക്ലസ്റ്ററിങ് മെത്തേഡാണ്, വേറൊരു ക്ലസ്റ്ററിങ് മെത്തേഡ്. അപ്പൊ നമ്മൾ ക്ലസ്റ്ററിങ് മെത്തേഡിൽ 2 ഹയറാർക്കിയൽ ക്ലസ്റ്ററിങ് പഠിച്ചു, പാർട്ടീഷനിങ്ങും പഠിച്ചു. ഓക്കെ അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് വേറൊരു ടൈപ്പ് ക്ലസ്റ്ററിങ് മെത്തേഡാണ് ഹാർഡ് ഓർ ഫസി. ഹാർഡ് ക്ലസ്റ്ററിങ് മെത്തേഡ് അല്ലെങ്കിൽ ഫസി ക്ലസ്റ്ററിങ് മെത്തേഡ്. ഓക്കെ, അതിൽ ഹാർഡ് ക്ലസ്റ്ററിങ് മെത്തേഡ് പറഞ്ഞാൽ ഡാറ്റ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിസ്റ്റിങ് ക്ലസ്റ്റേഴ്സ് വേർ ഈച്ച് ഡാറ്റ എലമെന്റ്സ് ബിലോങ് ടു എക്സാക്ട്ലി 1 ക്ലസ്റ്റർ. അതായത് നമ്മൾ ക്ലസ്റ്റർ ഫോം ചെയ്യില്ലേ, ഫസി ക്ലസ്റ്ററിംഗിൽ ഹാർഡ് ഉണ്ട്, ഫസി ഉണ്ട്. അതിൽ ഹാർഡ് ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞാല് ഇതിലത്തെ ഡാറ്റാ പോയിന്റ്സ് കണ്ടല്ലോ ഡിസ്റ്റിങ്ക്റ്റ് ക്ലസ്റ്റർ ആവും. അതായത് ഒരു ഡാറ്റാ പോയിന്റ് ഒരു ക്ലസ്റ്ററിൽ തന്നെ ഉണ്ടാവുള്ളൂ, അതാണ് ഡിസ്റ്റിങ്ക്റ്റ്. ഈ ഫസി ക്ലസ്റ്ററിംഗിനെ സോഫ്റ്റ് ക്ലസ്റ്ററിംഗ് എന്ന് പറയും. ഓക്കെ, കണ്ടോ, ഈച്ച് ഡാറ്റ എലമെന്റ് ബിലോങ് ടു എക്സാക്ട്ലി 1 ക്ലസ്റ്റർ. ഒരു ക്ലസ്റ്ററിൽ ഒരു ഡാറ്റ പോയിന്റ് ഒരു ക്ലസ്റ്ററിലേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഫസി ക്ലസ്റ്ററിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ് ക്ലസ്റ്ററിംഗ് പറഞ്ഞാൽ ഡാറ്റ എലമെന്റ്സ് ബിലോങ് ടു മോർ ദാൻ 1 ക്ലസ്റ്റർ അസോസിയേറ്റ് വിത്ത് ഈച്ച് എലമെന്റ് സെറ്റ് ഓഫ് മെമ്പർഷിപ്പ് ലെവൽ. അപ്പോൾ ഈ ഫസി ക്ലസ്റ്ററിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ് ക്ലസ്റ്ററിംഗിൽ ഒരു ഡാറ്റ പോയിന്റ് ഒരുപാട് ക്ലസ്റ്ററിംഗിൽ എന്താവും, ജോയിൻ ചെയ്ത് നിൽക്കും. അതായത് ഒന്നിൽ കൂടുതൽ ക്ലസ്റ്റർ, ഒരു ഡാറ്റ പോയിന്റ് ഒന്നിൽ കൂടുതൽ ക്ലസ്റ്ററിൽ ജോയിൻ ചെയ്യും. ദിസ് ഇൻ സ്ട്രെങ്ത് ഓഫ് അസോസിയേറ്റ് ബിറ്റ്വീൻ ദാറ്റ് ദ ഡാറ്റ എലമെന്റ് അറ്റ് എ പെർട്ടിക്കുലർ ക്ലസ്റ്റർ. അപ്പോൾ ഇത് ഈ സോഫ്റ്റ് ക്ലസ്റ്ററിംഗ് അല്ലെങ്കിൽ ഫസി ക്ലസ്റ്ററിംഗ് എന്ന് പറയുമ്പോൾ
ഓരോ ഡാറ്റ പോയിന്റ് ഒന്നിൽ കൂടുതൽ ക്ലസ്റ്ററിന്റെ എലമെന്റ് ആയി മാറും. അപ്പൊ അതിൽ കൂടുതൽ ആ ഒരു ഇമേജിൽ അതിന് കൂടുതൽ സ്ട്രെങ്ത് ഉണ്ട് എന്നാണ് അതിനർത്ഥം. ഓക്കെ, അതാണ് പറഞ്ഞത്. മെത്തേഡ് ക്യാൻ ബി കൺസിഡർഡ് ടു സുപ്പീരിയർ ടു ദോസ് ഓഫ് അതർ ക്ലസ്റ്ററിംഗ്. ഹാർഡ് ക്ലസ്റ്ററിംഗിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഫസി ക്ലസ്റ്ററിംഗ് ആണ് ഒന്നുകൂടി നല്ലത്. ഇതാണ് ഫസി ക്ലസ്റ്ററിംഗിന്റെ ഇമേജ്. ഇത് നോക്കിയാൽ മതി, ഇതാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത്ര. ഇത് നോക്കിയാൽ മതി, ഇതൊരു ക്ലസ്റ്റർ, ഇതൊരു ക്ലസ്റ്റർ. അതുകൊണ്ട് ഈ 4 എന്നുള്ളത് 2 ക്ലസ്റ്ററിലും ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്ലസ്റ്ററിംഗ് ആണ് ഫസി ക്ലസ്റ്ററിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ് ക്ലസ്റ്ററിംഗ്. ജസ്റ്റ് അത്രേ പറഞ്ഞാൽ മതി. ദെൻ നെക്സ്റ്റ്, ഇമേജ് സെഗ്മെന്റേഷൻ ബേസ്ഡ് ഓൺ ത്രെഷോൾഡിംഗ്. ത്രെഷോൾഡിംഗ് അനുസരിച്ചുള്ള ഇമേജ് സെഗ്മെന്റേഷൻ. ഓക്കെ, ത്രെഷോൾഡിംഗ് ടെക്നിക്സ് പ്രൊഡ്യൂസസ്. ത്രെഷോൾഡിംഗ് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇമേജ് ബേസ്ഡ് ഓൺ ക്ലസ്റ്ററിംഗ് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ടൈപ്പാണ് ത്രെഷോൾഡിംഗ്, രണ്ടാമത്തെ ടൈപ്പാണ് വരുന്നത്. അപ്പൊ ത്രെഷോൾഡിംഗ് നമുക്കറിയാം, ഒരു ത്രെഷോൾഡ് വെക്കും, എന്നിട്ട് ഈ വാല്യൂവിന്റെ മുകളിലാണ് ഇന്നത്, താഴെ ഇന്നത്. ബേസിക്സ് ആയിട്ട് പറയണേ ഇതിൽ എന്താ ഉള്ളത് അറിയാം. നമ്മളിപ്പോ വെറുതെ 0 to 255 ഉള്ള വാല്യൂസ് നോക്കുക. 0 എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്, 0-50 വരെ ബ്ലാക്ക് പോവാ. 50 മുതലൊക്കെ ഗ്രേയിലോട്ട്, ഡാർക്ക് ഗ്രേ വന്നിട്ട് ഇങ്ങനെ ലൈറ്റ് ഗ്രേയിലോട്ട് പോയി 255 വരുമ്പോൾ വൈറ്റിലോട്ട് പോകും. അങ്ങനെയല്ലേ, 0 മുതൽ 255. അപ്പൊ ഇനി എന്താ പറയുന്നത് വെച്ചാല്, ഇനി നമുക്ക് ഒരു ഇമേജില് ഒരു ബ്ലാക്കും ഒരു വൈറ്റും ഉണ്ടെങ്കിൽ, അതായത് ഒരു വൈറ്റ് ഇമേജും ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വൈറ്റ് ഇമേജിലൊക്കെ എന്താ ഉണ്ടാവുക? ഈ 0 മുതലുള്ള എലമെന്റ്സ് ആവും. അപ്പൊ നമ്മള് ഈ ഗ്രേയും അതിൽ വരും അല്ലെ, വൈറ്റും ഉണ്ടാവും, വൈറ്റിഷ് ഗ്രേ ഉണ്ടാവും, ലൈറ്റ് ഗ്രേ ഉണ്ടാവും, ഡാർക്ക് ഗ്രേ ഉണ്ടാവും, അങ്ങനെ കുറെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ 0-ല് പറഞ്ഞാൽ ബ്ലാക്കും 255 പറഞ്ഞാൽ വൈറ്റും, ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു പോയിന്റ് എടുക്കുക. ഒപ്റ്റിമായിട്ട് സെലക്ട് ചെയ്യണം ത്രെഷോൾഡ് വാല്യൂ. ത്രെഷോൾഡ് വാല്യൂ 256. ഓക്കെ, 0 to 255 256 വാല്യൂ ഒരു 123 ത്രെഷോൾഡ് എടുത്താല് 123ന്റെ മേലെ വരുന്ന വാല്യൂസ്, അതായത് ഗ്രേകളൊക്കെ, ലൈറ്റ് ഗ്രേകളൊക്കെ എന്താക്കി മാറ്റുക? ലൈറ്റ് ഗ്രേകളൊക്കെ 123ന്റെ മേലുള്ളത്. അപ്പൊ ലൈറ്റ് ഗ്രേ ഒക്കെ എന്താക്കുക? വൈറ്റ് ആക്കുക. 123ന്റെ താഴെയുള്ളതൊക്കെ ഡാർക്ക് ഗ്രേ, ഡാർക്ക് അങ്ങനെയൊക്കെ ആവും. അവരൊക്കെ ഫുള്ള് ബ്ലാക്ക് ആക്കുക. അപ്പൊ 123 എന്നുള്ളതാണ് ത്രെഷോൾഡ്. അപ്പൊ ഈ ത്രെഷോൾഡിന്റെ മുകളിലുള്ളത് ഇന്ന വാല്യൂ, താഴെയുള്ളത് ഇന്ന വാല്യൂ, അങ്ങനെ ആക്കി മാറ്റുന്നതാണ് ത്രെഷോൾഡിങ്. അതാണ് ബേസിക്സ്. ത്രെഷോൾഡിംഗ് ടെക്നിക് പ്രൊഡ്യൂസ് സെഗ്മെന്റ്സ് ഹാവിംഗ് പിക്സ് വിത്ത് സിമിലർ ഇന്റൻസിറ്റി. സിമിലർ ഇന്റൻസിറ്റി ഉള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുക? സെഗ്മെന്റ് ചെയ്യുക. അങ്ങനെ തന്നെയല്ലേ, 123 ആണെങ്കിൽ സിമിലർ ഇന്റൻസിറ്റി ഉള്ളതാണ് 0, 1, 2, 3 അവരൊക്കെ ഏകദേശം സിമിലർ ഇന്റൻസിറ്റി വരുന്നതാണ്. ബ്ലാക്കിഷ് ആണ് അവരൊരു ഗ്രൂപ്പും, വേറെ ഒരു സിമിലർ, അങ്ങനെ സിമിലർ ഇന്റൻസിറ്റി ഉള്ളതിനെ ഡിഫറെന്റ് ഗ്രൂപ്പ് ആക്കുന്നതിനാണ് ത്രെഷോൾഡിംഗ് പറയുക. യൂസ്ഫുൾ ഫോർ എസ്റ്റാബ്ലിഷിംഗ് ബൗണ്ടറീസ് ഇൻ ഇമേജസ് ദാറ്റ് കണ്ടെയ്ൻ സോളിഡ് ഒബ്ജക്ട് റെസ്റ്റിംഗ് ഓൺ എ കോൺട്രാസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ബൗണ്ടറി നമുക്ക് കാണാൻ പറ്റും. അതായത് സോളിഡ് ഇമേജ് പറയുമ്പോൾ, ഒബ്ജക്ട് വരുമ്പോൾ ഒരു വൈറ്റ് ഇമേജിന് കോൺട്രാസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് അറിയുമ്പോൾ, വൈറ്റ് ഇമേജ് ആണെങ്കിൽ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ബ്ലാക്ക് ഇമേജ് ആണെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോൾ അതുവരെ തമ്മിലുള്ള ബൗണ്ടറി കണ്ടുപിടിക്കാൻ എന്ത് പറ്റും? ഈ ത്രെഷോൾഡിംഗ് വഴി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, കാരണം ആ ബൗണ്ടറിയിൽ അപ്പൊ വൈറ്റ്, ഫുൾ വൈറ്റിന്റെ അവിടെ വൈറ്റ് ബോഡി ആണെങ്കിൽ ഒബ്ജക്റ്റ് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ ഇങ്ങനെ നമ്മളിങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ, റീജിയൻ അപ്രോച്ച് വെച്ചിട്ട് ഇങ്ങനെ അനലൈസ് ചെയ്ത് പോകുമ്പോൾ ആ റീജിയനിൽ മൊത്തം വൈറ്റ് ആയി മാറി. ഒരു പ്രത്യേക സെക്ഷനിൽ അത് ബൗണ്ടറി എത്തുമ്പോൾ പെട്ടെന്ന് എന്താവും? ഡിസിമിലർ ആയിട്ട് ഒരു ഡാർക്ക് ആവും. അപ്പൊ ആ ഒരു പോയിന്റ് നമ്മൾ ത്രെഷോൾഡ് ആക്കി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഒബ്ജക്റ്റിനെയും ബാക്ക്ഗ്രൗണ്ടിനെയും വേർതിരിച്ചറിയാൻ പറ്റും. അതാണ് ത്രെഷോൾഡിങ്. അപ്പൊ രണ്ട് സെഗ്മെന്റ് ആക്കാം. ത്രെഷോൾഡിംഗ് റിക്വയർസ് ദാറ്റ് ഒബ്ജക്ട് ഹാസ് ഹോമോജീനിയസ് ഇന്റൻസിറ്റി ആൻഡ് എ ബാക്ക്ഗ്രൗണ്ട് വിത്ത് എ ഡിഫറെന്റ് ഇന്റൻസിറ്റി. അതന്നെ, ഒബ്ജക്റ്റിന് ഫുള്ള് ഒരു ഹോമോജീനിയസ് ഇന്റൻസിറ്റിയും ബാക്ക്ഗ്രൗണ്ടിന് മൊത്തം വേറൊരു ഇന്റൻസിറ്റി. അതാണ് ബ്ലാക്കും വൈറ്റ് പറയാൻ കാരണം. ഇനി ത്രെഷോൾഡിങ്ങിന്റെ 4 ടൈപ്പ് ഉണ്ട്. ഗ്ലോബൽ ത്രെഷോൾഡിങ്, ലോക്കൽ ത്രെഷോൾഡിങ്, അഡാപ്റ്റീവ്, ഹിസ്റ്റോഗ്രാം ബേസ്ഡ് ത്രെഷോൾഡിങ്. ഗ്ലോബൽ ത്രെഷോൾഡിങ് എന്നാലും ലോക്കൽ ത്രെഷോൾഡിങ് ഏകദേശം ഒന്നാണ്. ഗ്ലോബൽ ത്രെഷോൾഡിങ് പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇമേജിൽ പിക്സൽസ് ഒരുപാടുണ്ടാവും. ലോക്കൽ ത്രെഷോൾഡിങ് പറയുമ്പോൾ ഫോർ എ സ്മോൾ പാർട്ട് ഓഫ് ഇമേജ്, ഒരു സ്മോൾ പോർഷൻ ഓഫ് ഇമേജിലാണ് നമ്മൾ ലോക്കൽ ത്രെഷോൾഡിങ് ചെയ്യുക. അവിടെ ത്രെഷോൾഡ് ചെയ്യുന്നതിനാണ് ലോക്കൽ ത്രെഷോൾഡിങ് പറയുന്നത്. നമുക്ക് ഗ്ലോബൽ ത്രെഷോൾഡിങ് എന്താണെന്ന് പറയാം. ഓക്കെ, ഗ്ലോബൽ ത്രെഷോൾഡിങ്. എ ത്രെഷോൾഡ് വാല്യൂ ടി ഈസ് ചൂസൺ ആസ് ദ ത്രെഷോൾഡ്. ഞാനിപ്പോൾ പറഞ്ഞതാണ് ഗ്ലോബൽ ത്രെഷോൾഡിങ്. ടി എന്ന് നമ്മൾ ത്രെഷോൾഡ് ആയി ചൂസ് ചെയ്യും. f(m,n) ഈക്വൽ ടു 1 ആവാൻ 0 ആവും. f(m) എന്നാൽ ഒരു പിക്സൽ വാല്യൂ. ആ പിക്സൽ വാല്യൂ പറയുമ്പോൾ ഇപ്പൊ ഗ്രേ ലെവൽ വാല്യൂ ആണ് വിചാരിച്ചോ, ഒരു 255 വരെ അല്ലേ, അല്ലെങ്കിൽ 200 ആയിക്കോട്ടെ. അതൊരു ഗ്രേ ലെവൽ വാല്യൂ ആണ്. ഗ്രേ ലെവൽ വാല്യൂ 1 ആവുന്ന എപ്പോഴാണ്? 0, 1 ആവും. അതായത് 1 പറഞ്ഞാൽ വൈറ്റ് ആവും. ഈ f(m, n) ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ടി. ടീൻഡിലാറ് കൂടുതലാണെങ്കിൽ, ത്രെഷോൾഡിലാറ് കൂടുതലാണെങ്കിൽ 1, 0 ആവും. അല്ലെങ്കിൽ 1 പറഞ്ഞാൽ വൈറ്റും 0 പറഞ്ഞാൽ ബ്ലാക്കും. f(m, n) എന്നുള്ളത് 200 ആണെങ്കിൽ, ത്രെഷോൾഡ് നമ്മൾ പറഞ്ഞു 123 ആണ് ത്രെഷോൾഡ് എങ്കിൽ, 200 ഗ്രേറ്റർ ദാൻ 123 അല്ലേ, ത്രെഷോൾഡ് 123 കാരണം. ഗ്രേറ്റർ ദാൻ 123 ആകുമ്പോൾ എന്താ? വൈറ്റ് ആക്കി കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ 0. ഓക്കെ, ഇത് നോർമൽ കൺസെപ്റ്റ് ആണ്.
അതായത് ആ ത്രെഷോൾഡിന്റെ വലുതാണെങ്കിൽ വൈറ്റിലോട്ട് പോകും, 1 പോകും, 0 ആണെങ്കിൽ 0 പോകും. അതായത് ഇവിടെ വൈറ്റ് ബ്ലാക്ക് എന്ന രണ്ട് കൺസെപ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഗ്രേ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല, ഡാർക്ക് ഗ്രേ ലൈറ്റ് ഗ്രേ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടോ അറിയില്ല, ഒന്നും കൂടി എനിക്ക് ഇവിടെ ക്ലിയർ ആ തോന്നുന്നു. കാരണം ഇവിടെ ഒരു ഗ്രേ കളർ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഡാർക്ക് ഗ്രേ ഉണ്ട്, വൈറ്റ് എല്ലാം കൂടി ചേർന്നതാണ്. അതിന്റെ ഹിസ്റ്റോഗ്രാം ആണിത്, എല്ലാ വാല്യൂസ് ഉണ്ട്. അപ്പൊ ഇതിനെന്ത് ചെയ്യും, ഈ ത്രെഷോൾഡ് വെച്ചിട്ട് ഈ ത്രെഷോൾഡ് മുകളിലുള്ള ഒക്കെ ബ്ലാക്ക് കണ്ടോ, ഇവിടെ പ്യൂർ ബ്ലാക്കും വൈറ്റും മാത്രമേ ഉള്ളൂ. അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പ്യൂർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആക്കി മാറ്റും. അതാണ് ത്രെഷോൾഡ്. ത്രെഷോൾഡിന്റെ മുകളിലുള്ളത് വൈറ്റ്, ത്രെഷോൾഡിന്റെ താഴെയുള്ളത് അതായത് ലോവർ ഗ്രേ ലെവൽ വാല്യൂസിന് ബ്ലാക്ക്. അതായത് ഈ ത്രെഷോൾഡ് ഉള്ളതിനെ വൈറ്റും ഈ ത്രെഷോൾഡിന് ബ്ലാക്ക് ആയിട്ട് ഇതിന്റെ നടുവുള്ള വാല്യൂ എടുക്കും. ഇതാണ് ഗ്ലോബൽ ത്രെഷോൾഡ്. സെലക്ഷൻ ഓഫ് ഗ്ലോബൽ ത്രെഷോൾഡ്. ഗ്ലോബൽ ത്രെഷോൾഡ് എങ്ങനെ സെലക്ട് ചെയ്യാം? സെലക്ട് ആ ഇനീഷ്യൽ എസ്റ്റിമേറ്റ് ഓഫ് ടി സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ഒരു ത്രെഷോൾഡ് വാല്യൂ ടി സെലക്ട് ചെയ്യുക. ഈ ടി സെലക്ട് ചെയ്യുമ്പോൾ ടി സെലക്ഷന് ഒപ്റ്റിമം ആവണം. ഇവിടെ പറയുന്നുണ്ട് ഒപ്റ്റിമം സെലക്ഷൻ ആവും. ആദ്യം ത്രെഷോൾഡ് വാല്യൂ ടി സെലക്ട് ചെയ്യാം. സെഗ്മെന്റ് ദ ഇമേജ് യൂസിങ് ടി. ടി അനുസരിച്ച് ഇമേജ് നമ്മൾ സെഗ്മെന്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ 123 അല്ല എടുത്തത്, ഒരു 200 അങ്ങാണ്ട് എടുത്ത് വിചാരിച്ചോ. അപ്പൊ അതിനെ വെച്ച് നമ്മൾ സെഗ്മെന്റ് ചെയ്യും. ദിസ് വിൽ പ്രൊഡ്യൂസ് 2 ഗ്രൂപ്പ് ഓഫ് പിക്സൽ. 2 ഗ്രൂപ്പ് ഓഫ് പിക്സൽ പ്രൊഡ്യൂസ് ചെയ്യും. G1 consist of pixel with gray level greater than t. ഓക്കെ, 2 ഗ്രൂപ്പ് ഉണ്ടാവും. G1 എന്നുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാവും, G2 എന്നുള്ള. G1 എന്ന് പറയുമ്പോൾ ഗ്രേ ലെവൽ ഗ്രേറ്റർ ദാൻ ടി, ത്രെഷോൾഡിലേറെ കൂടുതലുള്ള വാല്യൂസ്. G2 എന്ന് പറയുമ്പോൾ ഗ്രേ ലെവൽ പിക്സൽ വാല്യൂസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി, ടീൻ്റെലേറെ കുറവ് അല്ലെങ്കിൽ ഈക്വൽ ടു ടി എന്നുള്ളത് G2. അങ്ങനെ 2 ഗ്രൂപ്പ് വരും. എന്നിട്ട് എന്താ ചെയ്യാറിയോ, ആവറേജ് ഗ്രേ ലെവൽ വാല്യൂ μ1 μ2 കാണാം. G1 എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്രേ ലെവൽ വാല്യൂ ഉണ്ടാവും, അതിന്റെ ഒരു ആവറേജ് വാല്യൂ കാണുക, μ1 എടുക്കുക. G2 എന്ന ഗ്രൂപ്പിന്റെ ആവറേജ് ഗ്രേ ലെവൽ വാല്യൂ കാണുക, μ2 എടുക്കുക. അങ്ങനെ ഈ 2 ആവറേജ് ഗ്രേ ലെവൽ വാല്യൂന്റെ ആവറേജ് എടുക്കുക. അപ്പൊ ടി എന്ന് പറഞ്ഞാൽ പുതിയ ത്രെഷോൾഡ്, ന്യൂ ത്രെഷോൾഡ് ടി ഈസ് ഈക്വൽ ടു 1/2 μ1 + μ2. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ത്രെഷോൾഡ് കിട്ടും. അപ്പൊ ത്രെഷോൾഡ് വാല്യൂ ഒപ്റ്റിമം ആവണം. ആദ്യം നമ്മളൊരു ഇമേജ് കിട്ടിയാൽ നമ്മളൊരു റാൻഡംലി ഒരു ത്രെഷോൾഡ് വാല്യൂ എടുത്തിട്ട് അതിനെ 2 ഗ്രൂപ്പ് ആക്കി മാറ്റാം. എന്നിട്ട് ഫസ്റ്റ് ഗ്രൂപ്പിന്റെ മീൻ ഇന്റൻസിറ്റി വാല്യൂ കാണാം, രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ മീൻ ഇന്റൻസിറ്റി വാല്യൂ, എന്നിട്ട് അതിന്റെ ആവറേജ് എടുക്കുക, μ1 + μ2/μt. അങ്ങനെ ടി കാണും. എന്നിട്ട് സക്സസീവ് ആവുന്നത് വരെ നമുക്ക് എന്ത് എടുക്കാം, ടി എടുക്കാം. ഈ ഗ്ലോബൽ ത്രെഷോൾഡിങ്ങിൽ എറർ കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അഡാപ്റ്റീവ് ത്രെഷോൾഡിങ്. അഡാപ്റ്റീവ് ത്രെഷോൾഡിങ് നമുക്ക് പറഞ്ഞാൽ ഒരു അഡാപ്റ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, ഗ്രാജുവലി ആയിട്ടാണ് നമ്മൾ ഇതിനെ ചെയ്യാം. ഓക്കെ, ഇൻ മെനി കേസസ് ബാക്ക്ഗ്രൗണ്ട് ഗ്രേ ലെവൽ ഇസ് എ നോട്ട് കോൺസ്റ്റന്റ്. പല കേസും ബാക്ക്ഗ്രൗണ്ട് കോൺസ്റ്റന്റ് ആണെന്നില്ല ഗ്രേ ലെവല്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു ഒന്നിക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്. പിന്നെ അതുപോലെ ഗ്രേ ലെവല് വൈറ്റിന് അടുത്തുള്ള ഗ്രേകളും ബ്ലാക്കിന് അടുത്തുള്ള ഗ്രേകളുമാണ്. ഓക്കെ, ഇതിന്റെ ഇടയിലുള്ള ഡാർക്ക് ഗ്രേ, ഡാർക്ക് വൈറ്റ് അങ്ങനെ വരുന്നില്ല. അതായത് ബ്ലാക്കിന്റെ അടുത്തുള്ള ഗ്രേ, വൈറ്റിന് അടുത്തുള്ള ഗ്രേ അങ്ങനെ വരുന്നത്. ഇനി അതെല്ലാം മിക്സ്ഡ് വരുന്ന കേസിലാണ് നമ്മൾ അഡാപ്റ്റീവ് യൂസ് ചെയ്യുക. അഡാപ്റ്റീവ് ത്രെഷോൾഡിംഗിൽ യൂസ് ചെയ്യുന്നത് ഡിവൈഡ് ദി ഇമേജ് ഇൻടു സബ് ഇമേജസ്. ഫുൾ ഇമേജിനെ നമ്മൾ ബ്ലാക്ക് വൈറ്റ് പറയാതെ ഫുൾ ഇമേജിനെ നമ്മൾ എന്ത് ചെയ്യുക, സബ് ഇമേജ് ആയി ഡിവൈഡ് ചെയ്യുക. അസ്യൂം ദാറ്റ് ഇലുമിനേഷൻ in each sub image is constant. ഓരോ ഇമേജിലുള്ള ഇലുമിനേഷൻ കോൺസ്റ്റന്റ് ആക്കി എടുക്കുക. അതായത് ഫുൾ ഇമേജ് കൺസിഡർ ചെയ്യാതെ അതിനെ ഫുൾ ഗ്രിഡ് ആക്കിയിട്ട് ഓരോ ഇമേജ്, അതായത് സബ് ഇമേജ് ആക്കിയിട്ട് ഓരോ ഇമേജിൽ എന്ത് കാണാം, ഡിഫറെന്റ് ത്രെഷോൾഡ് വാല്യൂ കാണാം. എന്നിട്ട് അതെല്ലാം കൂടി കമ്പൈൻ ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ ഉണ്ടോ ഒരു ഫുൾ ഇമേജിൽ ഇതിൽ കണ്ടോ ബ്ലാക്ക്, ഈ അറ്റത്ത് ബ്ലാക്ക് ആണ്, പക്ഷെ ഇവിടെ ഇങ്ങനെ ഗ്രാജുവലി ഡിഗ്രീസ് ചെയ്യണം. ബ്ലാക്ക് ഡിഗ്രീസ് ചെയ്ത് ലൈറ്റിലോട്ട് വരികയാണ്. ഇവിടെ ഗ്രേ ലൈറ്റ്, അങ്ങനെ ഇത് ഒരു മിക്സ്ഡ് കോമ്പിനേഷൻ ആണ്. അപ്പൊ നമുക്ക് ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ നമുക്ക് ശരിക്കും മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ ഇതിനെന്ത് ചെയ്യും, കുറെ സബ് ഇമേജസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അപ്പൊ എന്നിട്ട് ഓരോ ഇമേജ് സെലക്ട് ചെയ്തിട്ട് അതിൽ ത്രെഷോൾഡ് കാണാം. ഈ ഒരു സ്ക്വയർ കാണാം. അപ്പൊ ഇത് ഫുൾ ബ്ലാക്ക് അല്ലേ, ഫുൾ ബ്ലാക്ക് കിട്ടും. ഇത് കാണാം, ഇത് ബ്ലാക്കും വൈറ്റും ആക്കി മാറ്റാം. ഒരു ത്രെഷോൾഡ് വാല്യൂ, ഇവിടുത്തെ ത്രെഷോൾഡ് വാല്യൂ എടുക്കുക, ഇതിന് മുകളിലുള്ളൊക്കെ വൈറ്റും ഇതിന് താഴെയുള്ളൊക്കെ ബ്ലാക്ക് ആക്കി. അപ്പൊ ബ്ലാക്ക് വൈറ്റ് അങ്ങനെ ഓരോ പോർഷൻ ബൈ ഇത് നോക്കുമ്പോൾ ഇത് ഫുള്ള് വൈറ്റും ഇത് ബ്ലാക്കും ഇത് ബ്ലാക്കും ആക്കാം. അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഓരോ പോർഷൻ ബൈ പോർഷൻ. അപ്പൊ ഗ്രേ എന്നുള്ള ഒരു സംഭവം ഉണ്ടാവില്ല, ഇന്ന പോർഷന് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുണ്ടാവില്ല. അങ്ങനെ ഓരോ സബ് ഇമേജസ് ആയി ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഓരോന്നിനും ഡിഫറെന്റ് ആയിട്ട് ത്രെഷോൾഡ്, ഇതിനായിട്ട് ത്രെഷോൾഡ്, ഇതിനായിട്ട് അങ്ങനെ ഓരോ സബ് ഇമേജിനും ത്രെഷോൾഡ് കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ ഇമേജ് ആക്കുക. എന്നിട്ട് ഇതിനെല്ലാം കൂടി മെർജ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, ഇതിപ്പോ ഗ്ലോബലിലാണ് ചെയ്യണമെങ്കിലാണ് ഇത്. ഗ്ലോബൽ ആണെങ്കിൽ ഇവിടെ ഫുൾ ബ്ലാക്കും ഇത് ഫുൾ ആൻഡ് വൈറ്റ് ആയിട്ട് റീഡ് ചെയ്യും. കണ്ടോ, ഇത് ഫുൾ ബ്ലാക്ക് ഇത് ഫുൾ വൈറ്റ് ആയിട്ട് റീഡ് ചെയ്തു ഗ്ലോബൽ ആണെങ്കിൽ. പക്ഷെ അഡാപ്റ്റീവ് ആണെങ്കിൽ ഇതിൽ ഗ്രിഡ് ചെയ്ത് കറക്റ്റ് ഇതിന്റെ എന്താണോ എന്നുള്ളത് നമുക്ക് കിട്ടി. ഇതാണ് ഗ്ലോബൽ. ഈ ഹിസ്റ്റോഗ്രാം ബേസ്ഡ് ത്രെഷോൾഡ് സെലക്ഷൻ. ഹിസ്റ്റോഗ്രാം ബേസ്ഡ് ആണ്, നിങ്ങൾക്ക് അറിയാം, ഒരു ഇമേജ് ഹിസ്റ്റോഗ്രാം. അപ്പൊ 0 മുതൽ ഈ ഒരു 0 മുതൽ ഇവിടെ പറഞ്ഞാൽ ഇത് ബ്ലാക്ക് ആണ്, ഇവിടെ പറയുമ്പോൾ വൈറ്റിക്ക് അടുത്തിരിക്കുന്നു അല്ലെ.
ഇഫ് ടു ഡോമിനന്റ് മോഡ്സ്, ഇത് സിംഗിൾ ത്രെഷോൾഡ് ആണ്. രണ്ട് ഡോമിനന്റ് മോഡ്, ഇത് ഡോമിനന്റ് മോഡ്, ഇത് ഡോമിനന്റ് മോഡ്. രണ്ട് ഡോമിനന്റ് മോഡ് ആണെങ്കിൽ ഒരു ത്രെഷോൾഡ് യൂസ് ചെയ്യാം. ഡോമിനന്റ് മോഡ് 3 ഉണ്ടെങ്കിൽ 1 2 3 അങ്ങനെ ഹിസ്റ്റോഗ്രാം നോക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി കൂടുതൽ മനസ്സിലാവും. ഡോമിനന്റ് മോഡ് 3 ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒന്നിൽ കൂടുതൽ ത്രെഷോൾഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് പറഞ്ഞാൽ ബ്ലാക്കിന്റെ ഏരിയ ആവും, ഇത് പറഞ്ഞാൽ വൈറ്റിന്റെ ഏരിയ ആവും. അപ്പൊ നമുക്ക് നടുവിൽ യൂസ് ചെയ്യാം. ഇത് നല്ല ബ്ലാക്ക് സീറോന്റെ, അതായത് ചെറിയ വാല്യൂസ് ആണല്ലോ ഇവിടെ ഗ്രേ ലെവൽ, ഇവിടെ വലുത് വരിക. ഇവിടെ ബ്ലാക്ക്, ഇവിടെ വൈറ്റ്, ഇവിടെ കണ്ടു ഇവിടെ ഗ്രേന്റെ കുറച്ച് ഗ്രേ കളർ വരും. ഡാർക്ക് ഗ്രേ അല്ല, ലൈറ്റ് ഗ്രേ അല്ല, കറക്റ്റ് ഗ്രേ കളർ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇവര് തമ്മിൽ ഒരു ത്രെഷോൾഡ്, ഇവർ തമ്മിൽ ത്രെഷോൾഡ് ഉണ്ടാക്കുക. ഓക്കെ, ഇഫ് ടു ഡോമിനന്റ് മോഡ്സ് ക്യാരക്ടറൈസ് ദ ഇമേജ് ഹിസ്റ്റോഗ്രാം ഇറ്റ് ഈസ് കാൾഡ് ബൈ മോഡൽ ഹിസ്റ്റോഗ്രാം. ഇത് രണ്ട് ഡോമിനന്റ് മോഡ് ഉണ്ടെങ്കിൽ ബൈ മോഡൽ ഹിസ്റ്റോഗ്രാം. ഓൺലി വൺ ത്രെഷോൾഡ് ഇസ് ഇനഫ് ഫോർ പാർട്ടീഷനിങ് ഇമേജ്. ഇമേജ് പാർട്ടീഷൻ ചെയ്യാൻ ഒരു ത്രെഷോൾഡ് മതി. If for example an image is composed of two types of light or other objects other on a dark background, 3 or more dominant modes, അതായത് ഡോമിനന്റ് മോഡ്സ് ഒരുപാട് ഒന്നിൽ കൂടുതൽ, രണ്ടിൽ കൂടുതൽ ഡോമിനന്റ് മോഡ്സ്, 3 or more ഡോമിനന്റ് മോഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ത്രെഷോൾഡും അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. മൾട്ടിപ്പിൾ ത്രെഷോൾഡ്സ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഹിസ്റ്റോഗ്രാം ബേസ്ഡ് സെലക്ഷൻ ആണ്. Two peaks corresponding to relatively large number of points inside the outside the object. Okay, ഇതന്നെ ത്രെഷോൾഡ് എങ്ങനെ കണക്ട് ചെയ്യാം, ഇതേപോലെ തന്നെ രണ്ട് പീക്ക് എടുക്കുക. ഈ പീക്കില് ഇത് ഇൻസൈഡ് ദ ഒബ്ജക്റ്റ് ആവും, ഔട്ട്സൈഡ് ദ ഒബ്ജക്റ്റ് ആവും. ഓക്കെ അല്ലേ? അപ്പൊ അവർ തമ്മിലുള്ള 2 peak corresponding to the relatively large number of points inside and outside ഒബ്ജക്റ്റിനായിട്ട് നോക്കുക. ഡിപ്പ് ബിറ്റ്വീൻ ദ പീക്ക് corresponding to relatively few points around the edge of the object. അതായത് എഡ്ജിന്റെ ഒബ്ജക്റ്റ്, ഇതാണ് ഡിപ്പ് വാല്യൂ. ഈ ഡിപ്പ് വാല്യൂ നോക്കുക. അതായത് ഈ ഒരു ഒബ്ജക്റ്റിന് കുറഞ്ഞിട്ടുള്ള വാല്യൂ ഈ ഒരു ഒബ്ജക്റ്റിലോട്ട് കൂടുന്ന വാല്യൂ നോക്കുക. അതാണ് ഡിപ്പ് വാല്യൂ. ഇവർ തമ്മിലുള്ള സെൻട്രൽ പോർഷൻ ആണ് ഡിപ്പ് വാല്യൂ അറിയാം. ഈ ഡിപ്പ് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ത്രെഷോൾഡ് ഗ്രേ ലെവലിനെ എടുക്കാനാണ് ഡിപ്പ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഗ്രേ ലെവൽ കണ്ടിട്ട് ഇതിൽ നിന്ന് രണ്ട് പീക്ക് കാണും. ഈ പീക്കിന്ന് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്ന വാല്യൂ എടുക്കുക. അതാണ് ഡിപ്പ്. If the noise is present, histogram also be noisy. അപ്പോൾ ഈ നോയ്സ് ഒഴിവാക്കാൻ വേണ്ടി ഫസ്റ്റ് ഹിസ്റ്റോഗ്രാം നമുക്ക് സ്മൂത്തൻ ചെയ്യാം. ഓക്കെ, സ്മൂത്തനിങ് ടെക്നിക്ക്. ഈ ത്രെഷോൾഡിങ് ടെക്നിക്കിന്റെ ലിമിറ്റേഷൻ സിംപ്ലസ്റ്റ് ഫോം ആണ്. 2 ക്ലാസ് ആർ ജനറേറ്റ് ആൻഡ് cannot be applied to all type of image. എല്ലാ ടൈപ്പ് ഇമേജിനും നമുക്ക് ചെയ്യാൻ പറ്റില്ല. 2 ക്ലാസ്സേ ഉള്ളൂ, അതായത് ഒന്ന് കൂടുതൽ ഒന്ന് കുറവ്. അപ്പൊ ത്രെഷോൾഡ് ആയതുകൊണ്ട് എല്ലാ ടൈപ്പ് ഇമേജിനും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ സ്പേഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സിന് ഇതെന്ത് ചെയ്യില്ല. കാരണം കോൺട്രാസ്റ്റ് കൂടുക, ബ്രൈറ്റ്നസ് അങ്ങനെയൊക്കെ വരുമ്പോഴൊന്നും നമുക്ക് കറക്റ്റ് കിട്ടില്ല. അതുകൊണ്ട് നോയ്സിനായിട്ട് അത് ഈ സ്പേഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇത് സെൻസിറ്റീവ് ടു നോയ്സ് ആവും. പിന്നെ അതുപോലെ തന്നെ നോ ഗ്യാരണ്ടി ഓഫ് ദ ഒബ്ജക്ട് കോഹറൻസി. ഒബ്ജക്ട് കറക്റ്റ് ആയിട്ട് കിട്ടണം എന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിലൊന്നും ആ ഹോൾസ് ഒന്നും ചിലപ്പോൾ കറക്റ്റ് ആയി കിട്ടണമെന്നില്ല. അതാണ് ത്രെഷോൾഡ് പറഞ്ഞാൽ ഇന്നിന്റെ കൂടുതൽ അല്ലെങ്കിൽ എന്താണ് അത്രയാണ് വരുന്നത്. ഇത്രയാണ് നമ്മുടെ സെഗ്മെന്റേഷന്റെ സെക്കൻഡ് പാർട്ട്. നെക്സ്റ്റ് എഡ്ജ് ബേസ്ഡ് സെഗ്മെന്റേഷൻ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.